ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കേരള ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നത് 10th പ്രിലിംസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ക്ലാസ്സുകൾ എല്ലാ എക്സാമിനും, അതിപ്പോൾ പ്രിലിമിനറി എന്നല്ല, മെയിൻ എക്സാം ആണെങ്കിലും ഏത് ലെവലുള്ള എക്സാമിനാണെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാരണം നമ്മൾ പ്രിലിംസിനാണെന്ന് വിചാരിച്ച് പോയിന്റുകളൊന്നും സ്കിപ്പ് ചെയ്തുകൊണ്ടല്ല പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു കഥ പോലെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് പതിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇതൊക്കെ തന്നെയാണ് മെയിൻ എക്സാമിനും ചോദിക്കാറുള്ളത്. പിന്നെ കുറച്ചും കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്നും കൂടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിനാണെങ്കിലും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരു കഥ കേട്ടിരിക്കുന്ന പോലെ കേൾക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി SCERTയുടെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ്, അതിപ്പോൾ മെയിൻ എക്സാമിനാണെങ്കിലും അല്ല പ്രിലിംസിനാണെങ്കിലും പോകുന്നതിന് മുമ്പ് നമുക്ക് SCERT എല്ലാം ഒന്ന് ഓടിച്ച് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ SCERT ക്വിക്ക് റിവിഷൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് SCERT പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അത് എല്ലാതും ഈച്ച് ആൻഡ് എവറി പോയിന്റ് എല്ലാതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ പോയിട്ടുള്ളൂ. അതും വെറുതെ പറഞ്ഞല്ല, നിങ്ങളെ പഠിപ്പിച്ച് തന്നാണ് പോയിട്ടുള്ളത്. അതിൻ്റെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നിങ്ങൾ ക്ലാസ്സുകൾ സെർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. പ്ലേലിസ്റ്റിൽ നമ്മൾ SCERT ഫിസിക്സ്, SCERT കെമിസ്ട്രി, SCERT ബയോളജി, SCERT സോഷ്യൽ, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ SCERT കെമിസ്ട്രിയും അതേപോലെ തന്നെ SCERT ബയോളജിയൊക്കെ നമ്മൾ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിസിക്സ് നമുക്ക് കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ സോഷ്യലും കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഉടൻ തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് SCERT പോർഷൻസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കേരളത്തിലെ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിയിലേക്ക് കിടക്കാം. ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു കഥ കേട്ടിരിക്കുന്ന പോലെ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഒരു ശരിക്കും നിങ്ങൾ നമ്മുടെ ഹിസ്റ്ററിയാണ് അല്ലേ, നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ്, അല്ലാതെ അപ്പോൾ അതൊക്കെ ഒരു കഥ കേട്ടിരിക്കുന്ന പോലെ കേട്ടിരിക്കാം. അപ്പം നമ്മുടെ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരളത്തിലെ മുന്നേറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം 5 തെങ്ങ് കലാപമാണ് പറയാം. 5 തെങ്ങ്, നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേരനിരകൾ അല്ലേ, കേരം അല്ലേ, കേരവൃക്ഷങ്ങൾ ഏതാണ്, തെങ്ങാണ് ഓർമ്മ വരുന്നത്. അപ്പം കേരളത്തിലെ മുന്നേറ്റങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഒരു തെങ്ങ്, 5 തെങ്ങിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. 5 തെങ്ങ് കലാപം. 5 തെങ്ങ് കലാപത്തിന്റെ വർഷം എന്ന് പറയുന്നത് 1697 ആണ്. 1697 ആണ് 5 തെങ്ങ് കലാപത്തിന്റെ വർഷം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബ്രിട്ടീഷുകാരുമായിട്ടാണ് 5 തെങ്ങ് കലാപം നടന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ബ്രിട്ടീഷുകാരുടെ നയം എന്താണ്? ബ്രിട്ടീഷുകാർ നമുക്കറിയാം അല്ലെ, ഇന്ത്യയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ ഒരു വ്യവസായം ചെയ്തോട്ടെ, ഞങ്ങൾ ഇവിടെ ഒരു വ്യാപാരം നടത്തിക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചു ഇവിടുത്തെ രാജാക്കന്മാരെടുത്ത്. അപ്പൊ ഇവരെന്ത് സമ്മതിക്കും അല്ലെ, നിങ്ങൾ ചെയ്തോളൂ, വ്യാപാരമല്ലേ, വ്യവസായമല്ലേ, ഇവിടെ അറബികളൊക്കെ വന്നിട്ട് പലതരത്തിലുള്ള വ്യാപാരങ്ങളും വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നതാണ്, ശരി നിങ്ങളും ഒരു വ്യവസായം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ രാജാക്കന്മാർ പെർമിഷൻ കൊടുക്കും. അങ്ങനെ ഇവരിവിടെ വ്യവസായം തുടങ്ങും. വ്യവസായം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇവർ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഇവർക്ക് സംഭരിക്കാൻ ഒരു സ്ഥലം വേണം അല്ലെ. ഇപ്പൊ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകാൻ സാധ്യമല്ല ബ്രിട്ടനിലേക്ക്. അപ്പൊ ഇവർക്ക് എന്താണ്, ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണം, ഒരു വെയർ ഹൗസ് വേണം. അപ്പൊ ഇവർ പറയും, ഞങ്ങൾക്ക് ഇതൊക്കെ സംഭരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പണ്ടകശാല എന്നാണ് പറയുക, ഒരു പണ്ടകശാല പണിയണം. അപ്പൊ രാജാവ് അതിനുള്ള അനുമതി കൊടുക്കും. ശരി, നിങ്ങളൊരു പണ്ടകശാല പണിതോളൂ. കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ആവശ്യം ന്യായമാണ്, അവർക്ക് ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു പണ്ടകശാല വേണം. അങ്ങനെ അവരതൊരു പണ്ടകശാല പണിയും. ഇനി ഈ പണ്ടകശാല പണിത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ പറയും, ഈ പണ്ടകശാലയ്ക്ക് സേഫ്റ്റി പ്രധാനമാണ് അല്ലേ. പണ്ട് കാലത്തൊക്കെ പലതരത്തിലുള്ള കൊള്ളക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ഇത് കവർച്ച ചെയ്യാതിരിക്കാൻ, കൊള്ളയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് സംരക്ഷണം തീർക്കുന്നത് പോലെ ഇതിന് ചുറ്റും ഒരു കോട്ട പണിയണം എന്ന് പറയും. അപ്പൊ ഓക്കെ ശരി, നിങ്ങൾ ഇത് പണ്ടകശാല സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു കോട്ട പണിതോളാൻ പറയും. അങ്ങനെ ഇവിടെ കോട്ട പണിയും. പിന്നെന്താ വെച്ചാൽ ഇത് ഈ സംഭവങ്ങൾ, ഈ പണ്ടകശാല പണിയുന്നതും കോട്ട പണിയുന്നതൊക്കെ കൂടുതലും തുറമുഖങ്ങളോട് ചേർന്നിട്ടായിരിക്കും. കാരണം ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനും തിരിച്ചങ്ങോട്ട് കയറ്റുമതി ചെയ്യാനൊക്കെ എളുപ്പം തുറമുഖമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ്. ഇത്തരത്തിൽ ഈ പണ്ടകശാലകളൊക്കെ പതുക്കെ പതുക്കെ എന്തായി മാറും, ആയുധ ശേഖരശാലകളായിട്ട്, ആയുധങ്ങൾ ശേഖരിച്ച് വെക്കാനുള്ള ഒരു സ്ഥലം കൂടി ആയിട്ട് മാറാണ് ചെയ്യുന്നത്. പിന്നീട് ഇവരുടെ പല നയങ്ങളിൽ കൂടി ഇവര് നമ്മുടെ ഈ രാജാക്കന്മാരെ എല്ലാം പറഞ്ഞു പറ്റിച്ചും പലതരം മാർഗങ്ങളിലൂടെയും നമ്മളെ ഈ നാട് മുഴുവനായിട്ട് അവർ സ്വന്തമാക്കിയില്ലേ. ഇതേ ട്രിക്ക് തന്നെയാണ് ഇവർ കേരളത്തിൽ എടുത്തത്. കേരളത്തിൽ ബ്രിട്ടീഷുകാരെത്തി, അവരിതേപോലെ തന്നെ ഒരു വ്യവസായശാല തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ചോദിച്ചു. അപ്പൊ ആരുടെ അടുത്താണ് ചോദിച്ചത്? നമ്മുടെ കേരളത്തിന്റെ തെക്കേറ്റത്തിലെ, തെക്കേറ്റത്ത് തന്നെ നമുക്ക്
നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരത്ത് അഞ്ച് തെങ്ങിലെ റാണി, ആറ്റിങ്ങലിലെ റാണി ആയിരുന്നത് ഉമയമ്മ റാണിയാണ്. ഉമയമ്മ റാണി. ആ പേരൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിലെ ആദ്യത്തെ കലാപം എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യത്തെ കലാപം. സംഘടിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. വെറുതെ ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. അപ്പൊ തെങ്ങ് വെച്ച് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് തെങ്ങാണ് വരുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണെന്ന് പറഞ്ഞല്ലേ. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊക്കെ എപ്പോഴും ആദ്യം വരുന്നത് ഒരു അമ്മയാണ്, അല്ലേ? ഒരു വ്യക്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം അമ്മയല്ലേ വരാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ റാണി, ആറ്റിങ്ങലിലെ റാണി ഉമയമ്മ റാണിയാണ്. ഉമ്മയും അമ്മയും ചേരുമ്പോൾ ഉമയമ്മ റാണിയായിരുന്നു അവിടുത്തെ ആറ്റിങ്ങലിലെ റാണി എന്ന് പറയുന്നത്. അവരുടെ അടുത്ത് ചെന്നിട്ട് ഈ വ്യവസായശാല തുടങ്ങുന്നതിനുള്ള അനുമതി ചോദിച്ചു. എന്നാണ് 1684. വർഷം ജസ്റ്റ് കേട്ട് വെക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ വരും. മുമ്പ് ചോദിച്ചിട്ടുമുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് 1684 ആറ്റിങ്ങലിലെ റാണിയുടെ അടുത്ത് ചെന്നിട്ട്, ഉമയമ്മ റാണിയുടെ അടുത്ത് ചെന്നിട്ട് വ്യവസായശാല തുടങ്ങുന്നതിനുള്ള അനുമതി ചോദിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? നിങ്ങൾ വ്യവസായശാല തുടങ്ങിക്കോ, കാരണം ഇവിടെ അറബികൾ വന്ന് വ്യവസായം ചെയ്യുന്നുണ്ട്, പല രാജ്യത്തുനിന്നുള്ളവരും വന്ന് വ്യവസായം ചെയ്യുന്നുണ്ടല്ലേ, നിങ്ങളും വ്യവസായശാല തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ട് നമ്മുടെ ഉമയമ്മ റാണി ഇവർക്ക് തുടങ്ങാനുള്ള അനുമതി നൽകി. അങ്ങനെ 1690 ആയപ്പോൾ, ഇത് 1684 അവർ പെർമിഷൻ എടുത്തത്. ഒരു 6 വർഷം കൂടി കഴിഞ്ഞു. 1690 ഇവർ പറഞ്ഞു, ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു കോട്ട കെട്ടണം, ഞങ്ങളുടെ വ്യവസായശാലനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു കോട്ട കെട്ടണം എന്ന് പറഞ്ഞു. അവരങ്ങനെ കോട്ടയും കെട്ടി. അതും പ്രശ്നമില്ല, എന്നാൽ കോട്ടയും കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊന്നും പോരാതെ 1695 ഈ കുരുമുളകിന്റെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക അവകാശം ഈ ഉമയമ്മ റാണി ബ്രിട്ടീഷുകാർക്ക് അനുവദിച്ച് നൽകി. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ബ്രിട്ടീഷുകാർ ഇങ്ങനെ സ്ഥിരമായിട്ട് ഓരോരോ പാരിതോഷികങ്ങൾ ആർക്ക് നൽകിക്കൊണ്ടിരിക്കും? ഈ ഉമയമ്മ റാണിക്ക് നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ ഉമയമ്മ റാണി നോക്കുമ്പോൾ വെറുതെ ഇരുന്നാൽ മതില്ലേ, കുറെ പാരിതോഷികങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ജനങ്ങൾ എന്ത് ബുദ്ധിമുട്ടുന്നു എന്ന് ആര് ചിന്തിക്കുന്നില്ല, ഭരണാധികാരി ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാരിതോഷികങ്ങൾ കുറെ കിട്ടിയപ്പോൾ ഈ കുരുമുളക് വ്യാപാരത്തിനുള്ള കുത്തക അവകാശം ഇവർക്ക് നൽകി, ബ്രിട്ടീഷുകാർക്ക് നൽകി. ഇത് ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രതിഷേധത്തിനിടയാക്കി. കാരണം എന്താ? ഇനി ബ്രിട്ടീഷുകാർക്ക് മാത്രമേ കുരുമുളക് നൽകാൻ സാധിക്കുള്ളൂ, വേറെ ഒരു വ്യാപാരികളില്ല. അറബികൾക്കോ വേറെ ഒരു രാജ്യത്തു നിന്നുള്ള വ്യാപാരികൾക്കോ കുരുമുളക് നൽകാൻ സാധിക്കില്ല. ബ്രിട്ടീഷുകാർക്ക് മാത്രമേ അവിടെ വ്യാപാരം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? അവര് പറയുന്ന വിലയ്ക്ക് കൊടുക്കേണ്ടി വരും, അല്ലെ? ഒരു മോണോപോളി വന്നാൽ എന്ത് സംഭവിക്കും? അവരെന്ത് വില പറയുന്നോ ആ വിലയ്ക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇത് ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രതിഷേധത്തിനിടയാക്കി. ഇതാണ് 1697 അഞ്ചുതെങ്ങ് കലാപത്തിൽ ചെന്ന് കലാശിച്ചത്. പക്ഷെ ഈ കലാപം എന്ന് പറയുന്നത് ഒരു സംഘടിത കലാപമായിരുന്നില്ല. കുറച്ചു പേര് ചെന്നിട്ട് ഈ കോട്ട ആക്രമിക്കുക, അത്രേ ഉള്ളൂ. ചെറിയൊരു രീതിയിലുള്ള ഒരു കുഞ്ഞു കലാപമാണ്. അതുകൊണ്ട് സംഘടിത കലാപമല്ല. ഇതിനെ പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതേപോലെ തന്നെ ആ സമയത്ത് അവിടെ ഭരണാധികാരി എന്ന് പറയുന്നത്, ആറ്റിങ്ങലിലെ റാണി എന്ന് പറയുന്നത് ഉമയമ്മ റാണിയാണ്. ഉമയമ്മ റാണിയാണ് ബ്രിട്ടീഷുകാർക്ക് കോട്ട കെട്ടാനുള്ള അനുമതി നൽകിയതും വ്യവസായശാല തുടങ്ങാനുള്ള അനുമതി നൽകിയതൊക്കെ ഉമയമ്മ റാണിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. വ്യവസായശാല ആരംഭിക്കാനുള്ള അനുമതി നൽകിയത് 1684. എന്നാൽ കോട്ട കെട്ടാനുള്ള അനുമതി 1690. അനുമതി നൽകിയത് 1690. അതിന് കോട്ടയുടെ പണി പൂർത്തിയായത് 1695 അതിന്റെ പണി പൂർത്തിയായത്. അതേ വർഷം തന്നെ 1695 തന്നെയാണ് ഈ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക അവകാശം ഉമയമ്മ റാണി ബ്രിട്ടീഷുകാർക്ക് നൽകിയതും. എന്നാൽ ഈ കലാപം നടന്നത് 1697. ഈ 1697 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് ബാക്കിയുള്ള വർഷങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. 1684 വ്യവസായശാല തുടങ്ങാൻ അനുമതി നൽകി. 1690 കോട്ട പണിയാനുള്ള അനുമതി നൽകി. ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായതാണ് 1695. തുടർന്ന് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്.
ഇനി ഈ അഞ്ചുതെങ്ങ് കലാപത്തിന് ശേഷം നടന്ന കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ആ കഴിഞ്ഞിട്ടാണ് അല്ലെ ആ വര അല്ലെ ആ ഈ പഠിച്ചിട്ടില്ലേ? അപ്പൊ അഞ്ചുതെങ്ങ് കലാപം ഫസ്റ്റ് അഞ്ചുതെങ്ങ് കലാപം, അതിനുശേഷം ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങ് കലാപം 1697 ആറ്റിങ്ങൽ കലാപം 1721 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, ഇവരിങ്ങനെ ബ്രിട്ടീഷുകാർ ഭരണാധികാരിക്ക് ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റുകൾ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണാധികാരികളാണെങ്കിൽ ഈ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള ഓരോരോ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ വേണാട്ടില് ഈ കുരുമുളക് വ്യാപാരത്തിനുള്ള കുത്തക അവകാശം, കുരുമുളക് വ്യാപാരത്തിനുള്ള കുത്തക അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ ജനങ്ങൾക്കിടയിൽ ഈ ബ്രിട്ടീഷുകാരോടുള്ള രോഷം കൂടുതലാവും അല്ലെ? അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ 1721 ഏപ്രിൽ 15 എന്ന് പറയുമ്പോൾ ഏപ്രിൽ 14 വിഷു ആണെന്ന് അറിയാലോ. വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ഏപ്രിൽ 15 വിഷുവിന്റെ ഗിഫ്റ്റും കൊണ്ട് പോകുന്നതായിട്ട് ഓർത്താൽ മതി. വിഷുവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഉപഹാരങ്ങളൊക്കെ കൊണ്ടുപോകാണെന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഡേറ്റ് മറക്കില്ല. ഏപ്രിൽ 15 ഗിഫോർഡ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും ഏകദേശം 150ഓളം ബ്രിട്ടീഷുകാരും കൂടി ചേർന്നുകൊണ്ട് ഈ അവിടുത്തെ ഭരണാധികാരിക്ക് ഇതുപോലെ കുറെ പാരിതോഷികങ്ങൾ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുപോകാണ്. അപ്പൊ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നത് ഗിഫോർഡും 150ഓളം ബ്രിട്ടീഷുകാരും ചേർന്ന് ഇങ്ങനെ പാരിതോഷികങ്ങൾ കൊണ്ടുപോകാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ജനങ്ങള് സംഘടിതമായി വന്ന് ഇവരുമായിട്ട് കലാപത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ഈ ഗിഫോർഡിനെയും വധിച്ചു, 150ഓളം ബ്രിട്ടീഷുകാരെയും കൊലപ്പെടുത്തി. ഈ സംഭവമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അങ്ങനെ ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തലശ്ശേരിയിൽ നിന്നും സൈന്യത്തെ കൊണ്ടുവന്നിട്ടാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. അത് ശ്രദ്ധിക്കണം. തലശ്ശേരിയിൽ നിന്നും സൈന്യത്തെ കൊണ്ടുവന്നിട്ടാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. അഞ്ചുതെങ്കിലും മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് പണ്ടകശാല ഉണ്ടായിരുന്നത്, വിഴിഞ്ഞത്തും അതേപോലെ തന്നെ തലശ്ശേരിയിലും പണ്ടകശാലകൾ ഉണ്ടായിരുന്നു. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ തലശ്ശേരിയിൽ നിന്നും സൈന്യത്തെ കൊണ്ടുവന്നിട്ടാണ് ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തുന്നത്. അപ്പൊ ഈ ആറ്റിങ്ങൽ കലാപത്തില് മെയിൻ ആയിട്ടുള്ള ഗിഫോർഡ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു. അതുകൂടാതെ 150ഓളം സൈനികരും കൊല്ലപ്പെട്ടു അല്ലെ? അപ്പൊ ഗിഫ്റ്റും കൊണ്ട് വന്നത് ഗിഫോർഡ്, മറക്കരുത് ആ പേര്. അപ്പൊ ഗിഫോർഡും കൊല്ലപ്പെട്ടു, 150ഓളം സൈനികരും വധിക്കപ്പെട്ടു. അപ്പൊ ഇതിൽ പ്രതിഷേധം എന്തായാലും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാവുകയും അവര് വെറുതെ ഇരിക്കില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒത്തുതീർപ്പാക്കണം അല്ലെ? വലിയൊരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ഒത്തുതീർപ്പിന് വെക്കൂല്ലേ? അപ്പൊ ഈ പ്രശ്നം നടന്നത് എവിടെയാണ്? വേണാട്ടിലാണ് അല്ലെ? വേണാട്ടിലാണ് ഈ പ്രശ്നം നടന്നിട്ടുള്ളത്. ആ സമയത്ത് ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട്ടിലെ ഭരണാധികാരി എന്ന് പറയുന്നത് ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട്ടിലെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആദിത്യവർമ്മയാണ്. അങ്ങനെ ഈ പ്രശ്നം ഉണ്ടായി, ഇത് സോൾവ് ചെയ്യണം. അങ്ങനെ ഈ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കും അല്ലെ? ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കും, ഉടമ്പടി. ആ ഉടമ്പടിയുടെ പേരാണ് വേണാട് ഉടമ്പടി. വേണാട്ടിലെ പ്രശ്നമല്ലേ? അപ്പൊ അത് തീർപ്പാക്കുന്ന ഉടമ്പടിയുടെ പേരെന്താണ്? വേണാട് ഉടമ്പടി എന്നാണ്. വേണാട് ഉടമ്പടി. ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. അദ്ദേഹം ആ സമയത്ത് ഒരു രാജാവായിട്ട് അല്ലെങ്കിൽ വേണാട്ടിലെ ഭരണാധികാരിയായിട്ട് കിരീടധാരണം ഒന്നും നടന്നിട്ടുണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിലാണ് ഒപ്പുവെച്ചത്. ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പൊ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിലാണ് അതിൽ ഒപ്പുവെച്ചത്. ഈ വേണാട് ഉടമ്പടി 1723 21 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 2 വർഷം കൂടി കഴിഞ്ഞിട്ട് 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണെന്ന് ഓർത്തു വെക്കണം. ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. ഇനി ഈ ഗിഫ്റ്റും കൊണ്ടുപോയ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്?
അത് ഗിഫോർഡ് എന്നാണ്. ഗിഫോർഡും 150ഓളം സൈനികരും ചേർന്നിട്ടാണ് പാരിതോഷികങ്ങളും കൊണ്ടുപോയത്. ആ സമയത്ത് ജനങ്ങൾ സംഘടിച്ചെത്തി കലാപത്തിൽ ഏർപ്പെടുകയും ഇവരെല്ലാവരെയും വധിക്കുകയും ചെയ്തു. തുടർന്ന് എന്ത് ഉടമ്പടിയാണ് കൊണ്ടുവന്നത്? വേണാട് ഉടമ്പടിയാണ് കൊണ്ടുവന്നത്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിലാണ് ഇതിൽ ഒപ്പുവെച്ചതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിൽ ഒപ്പുവെക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിന്നും ആരാണ്? മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചു. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ഒരാൾ ഒപ്പുവെക്കണ്ടേ? ആ ഒപ്പുവെച്ച ആളുടെ പേര് അലക്സാണ്ടർ ഓം എന്നാണ്. വേണാട് ഉടമ്പടിയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം ആണ്. ഈ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷവും ഇമ്പോർട്ടന്റ് ആണ്. 1721. 1721 ഡേറ്റ് പഠിക്കാൻ എളുപ്പമാണ്. പറഞ്ഞില്ലേ, വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ഗിഫ്റ്റും, വിഷുവിന്റെ ഗിഫ്റ്റും കൊണ്ട് നമ്മൾ വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ വിഷുവിന്റെ അന്നല്ല, പിറ്റേ ദിവസം വിഷുവിന്റെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോയാണ് ഗിഫോർഡ് അല്ലെ. അപ്പൊ ഏപ്രിൽ 15, 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കൂടിയും കഴിഞ്ഞിട്ട് 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും ചേർന്നിട്ടാണ് ഒപ്പുവെച്ചത്. വർഷം ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഉദയം പേരൂർ സുന്നഹദോസ് ആണ്. ഉദയം പേരൂർ സുന്നഹദോസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാല് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു ചരിത്രം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഉദയം പേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി കേരളത്തിലെ ക്രിസ്ത്യാനികൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളുടെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ സെന്റ് തോമസ് കേരളത്തിലെത്തി. അദ്ദേഹം മതപരിവർത്തനത്തിലൂടെ ഒരുപാട് ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് ക്രിസ്ത്യാനികൾ ക്രൈസ്തവ മതത്തിലേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് 1498 സെന്റ് തോമസ് ഒക്കെ വന്ന് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ പോർച്ചുഗീസുകാർ വരുന്നത്. 1498 വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് വന്ന് ചേരുന്നത്. 1498 ആ ഡേറ്റ് എല്ലാവർക്കും അറിയാലോ. 1498 പോർച്ചുഗീസുകാരന്റെ പ്രതിനിധിയായിട്ടുള്ള വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിൽ എത്തുന്നത്. ഇത് കഴിഞ്ഞൊരു 100 വർഷം കഴിഞ്ഞിട്ട്, 100 വർഷം എന്ന് പറയുമ്പോൾ 1598 അല്ലെ. എന്നാൽ 1598 അല്ല, 1599 1599 ഉദയം പേരൂർ സുന്നഹദോസ് നടക്കുന്നത്. ഉദയം പേരൂർ സുന്നഹദോസ് ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, ഈ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ളവരാണ്. അവർ റോമൻ കത്തോലിക്ക മതവിശ്വാസികളാണ്. അപ്പൊ ഇവർ കേരളത്തിൽ എത്തിയിട്ട് ഇവിടുത്തെ കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ ഈ റോമൻ കത്തോലിക്കയോട് ആഭിമുഖ്യമുള്ളവരാക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുരോഹിത സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനമാണ് ഉദയം പേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. സുന്നഹദോസ് നമ്മൾ സുന്നത്ത് എന്നുള്ളത് മുസ്ലിം ഇതില് ആചാരമാണെന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ടല്ലേ സുന്നികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലേ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഉദയം പേരൂർ സുന്നഹദോസ് എന്ന് പറയുമ്പോൾ മതപരിവർത്തനാണ്. ഈ റോമൻ കത്തോലിക്കയോട് ആഭിമുഖ്യമുള്ളവരാക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ വിളിച്ചുകൂട്ടിയ ഒരു പുരോഹിത സമ്മേളനമാണ് ഉദയം പേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. 1599 ഇത് നടക്കുന്നത്. ഇതിൽ പങ്കെടുത്തത് 813 പേര്, പുരോഹിതരടക്കം 813 പേരാണ് ഇതിൽ പങ്കെടുത്തത്. ഇനി ഇതിന് അധ്യക്ഷത വഹിച്ചത് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഉദയം പേരൂർ സുന്നഹദോസിന് അധ്യക്ഷത വഹിച്ചത്? അലക്സിസ് ഡി മെനഡിസ് ആണ് ഇതിന് അധ്യക്ഷത വഹിച്ചത്. നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. കാരണം ഒരു പരിവർത്തനം ചെയ്യിപ്പിക്കുക, നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ പറയുന്നത് പിടിച്ചലക്കേണ്ട സ്വഭാവമാണല്ലേ. അങ്ങനെ ചെയ്യുന്നവരെ അല്ലെ നിർബന്ധിച്ച് ഒരാളെ മതപരിവർത്തനത്തിന് വിധേയമാക്കുക എന്നുള്ളത് ശിക്ഷയാണ്, കുറ്റകരമാണ്. ഇപ്പൊ നിലവിൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവരെ പിടിച്ചലക്കേണ്ട ഒരു സ്വഭാവമാണെന്ന് ഓർത്താൽ മതി. അപ്പൊ കിട്ടും. അലക്കേണ്ട ഒരു സ്വഭാവമാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേര് ഓപ്ഷനിൽ നിന്ന് കിട്ടും. അലക്സിസ് ഡി മെനഡിസ് ആണ്. അലക്സിസ് അലക്കേണ്ട സ്വഭാവം, അലക്സിസ് ഡി മെനസിസ് ഒരു മെനകെട്ട സ്വഭാവം കൂടിയാണ് അല്ലെ, മെനസിസ്. അലക്സിസ് ഡി മെനസിസ് ആണ് ഇതിന് അധ്യക്ഷത വഹിച്ചത്. 813 പേരാണ് പങ്കെടുത്തത്. വർഷം ശ്രദ്ധിക്കുക, 1599. നിങ്ങളുടെ മനസ്സിൽ ഒരു ഏകദേശ ധാരണ ഉണ്ടായാൽ മതി. അതായത് പോർച്ചുഗീസുകാർ ഇവിടേക്ക് വന്നു ഒരു 101 വർഷം കഴിഞ്ഞിട്ട്, 100 വർഷം കഴിഞ്ഞ് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ പോരെ. 101 വർഷം കഴിഞ്ഞിട്ടാണ് 1599 ഉദയം പേരൂർ സുന്നഹദോസ് നടക്കുന്നത്. ഇനി ഇതിനെതിരെ ഇവിടത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ സംഘടിപ്പിച്ച ഒരു സംഭവമാണ് കൂനും കുരിശ് സത്യം എന്ന് പറയുന്നത്. കൂനും കുരിശ് സത്യം
ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ, ഒരു സത്യം ചെയ്യലാണ് കൂനും കുരിശു സത്യം. ഒരു കുരിശിന്മേൽ തൊട്ട് സത്യം ചെയ്യലാണ് കൂനും കുരിശു സത്യം എന്ന് പറയുന്നത്. അതായത് 1653 പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അല്ലെ, 1651 ഇവിടെ കേരളത്തിലെ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ, അതായത് കേരളത്തിന്റെ നമ്മുടെ സെന്റ് തോമസ് വന്നിട്ട് അദ്ദേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ഇവിടെ രൂപം കൊണ്ട സിറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയും. സുറിയാനി ക്രിസ്ത്യാനികൾ അവര് ഈ സുന്നഹദോസിന്റെ തീരുമാനങ്ങളൊന്നും തന്നെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മട്ടാഞ്ചേരിയിലെ പ്രാചീന കുരിശിനു മുന്നിൽ നിന്നുകൊണ്ട്, പ്രാചീന കുരിശിനു മുന്നിൽ എവിടെയാണ്, മട്ടാഞ്ചേരിയിലെ പ്രാചീന കുരിശിനു മുന്നിൽ സമ്മേളിക്കുകയും ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങളൊന്നും തന്നെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ഒരു സത്യം ചെയ്യുകയും ചെയ്തു. അതാണ് കൂനും കുരിശ് സത്യം. അപ്പൊ ഉദയംപേരൂർ സുന്നഹദോസിന്റെ എതിർപ്പായിട്ടാണ് കൂനും കുരിശ് സത്യം വരുന്നത്. കൂനൻ കുരിശ് സത്യം എവിടെയാണ്, മട്ടാഞ്ചേരിയിലെ പ്രാചീനമായിട്ടുള്ള ഒരു കുരിശിന് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികൾ ഇതിനെ എതിർക്കുന്നു, ഞങ്ങൾ ഈ ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങളൊന്നും തന്നെ അംഗീകരിക്കില്ല എന്ന് സത്യം ചെയ്ത സംഭവമാണ് കൂനംകുരിശ് സത്യം എന്ന് പറയുന്നത്. എന്നാണ് നടന്നത്, 1653 നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. വർഷങ്ങൾ പഠിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും കൃത്യമായിട്ട് എഴുതി വെച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലത് പതിയും. നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവും, അത് നിങ്ങൾക്കൊന്ന് കിട്ടിയാൽ മതി. 1653 കൂനംകുരിശ് സത്യം നടക്കുന്നത്. ഉദയംപേരൂർ സുന്നഹദോസും കൂനംകുരിശ് സത്യവും രണ്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഉദയംപേരൂർ സുന്നഹദോസ് 1599 കൂനംകുരിശ് സത്യം എന്ന് പറയുന്നത് 1653 ഇനി അടുത്തത് പ്രധാനപ്പെട്ടത് പി എസ് സി ചോദിക്കാറുള്ളത് പഴശ്ശി യുദ്ധങ്ങളാണ്. പഴശ്ശി യുദ്ധങ്ങൾ പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. പഴശ്ശി കലാപങ്ങൾ. പഴശ്ശിയുടെ യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1805 വരെയാണ്. 2 ഘട്ടമായിട്ടാണ് പഴശ്ശി യുദ്ധങ്ങൾ നടക്കുന്നത്. ടോട്ടലായിട്ട് പറയുമ്പോൾ 1793 മുതൽ 1805 വരെ. ഇതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് 1793 മുതൽ 97 വരെ, ഒരു 4 വർഷക്കാലം. 93 മുതൽ 97 വരെ, 1793 മുതൽ 1797 വരെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശി യുദ്ധങ്ങൾ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കണം. പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ് പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ 1793 മുതൽ 97 വരെയാണ് ഒന്നാമത്തെ പഴശ്ശി യുദ്ധം നടക്കുന്നത്. ഈ ഒന്നാമത്തെ പഴശ്ശി യുദ്ധത്തിന് കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒന്നാമത്തെ പഴശ്ശി യുദ്ധം അവരുടെ നികുതി പരിഷ്കാരങ്ങൾ എല്ലായിടത്തുള്ള പോലെ തന്നെ ഈ വയനാട്ടിലും അവിടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതിനെതിരെയായിട്ടാണ് ഒന്നാമത്തെ ഇത് നടക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട നികുതി പരിഷ്കാരങ്ങളല്ല, അവർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതായത് നമ്മുടെ ശ്രീരംഗപട്ടണ ഉടമ്പടിയൊക്കെ വന്നു അല്ലെ, ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ഈ വയനാടൊക്കെ ഞങ്ങൾക്ക് അധികാരപ്പെട്ടതാണ് എന്നുള്ളൊരു ഇതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാമത്തെ പഴശ്ശി യുദ്ധത്തിന് കാരണമായത്. അപ്പൊ ഒന്നാമത്തെ പഴശ്ശി യുദ്ധം 93 മുതൽ 97 വരെ, 1793 മുതൽ 97 വരെയാണ് ഒന്നാമത്തെ പഴശ്ശി യുദ്ധം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളായിരുന്നു. പിന്നീട് ആ യുദ്ധങ്ങളൊക്കെ ഒത്തുതീർപ്പിലെത്തും. അതിനുശേഷം വീണ്ടും അവർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ 1800 മുതൽ 805 വരെ, ഒരു 5 വർഷം, ആദ്യം 4 വർഷമാണെങ്കിൽ പിന്നീട് 5 വർഷം, 1800 മുതൽ 1805 വരെ നീണ്ടു നിൽക്കുന്നതാണ് രണ്ടാമത്തെ പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പഴശ്ശി യുദ്ധത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതോടുകൂടിയിട്ട് നമ്മുടെ 1805 നവംബർ 30 നമ്മുടെ പഴശ്ശി രാജാവ് മരിക്കില്ല. അതോടുകൂടിയാണ് പഴശ്ശി യുദ്ധങ്ങൾ അവിടെ അവസാനിക്കുന്നത്. 1805 നവംബർ 30 പഴശ്ശി രാജാവ് മരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം, ഒന്നാം പഴശ്ശി വിപ്ലവം എവിടെ കേന്ദ്രീകരിച്ചാണ് നടന്നത്? നമുക്കറിയാലോ, നിങ്ങളൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പഴശ്ശി യുദ്ധങ്ങൾ എന്ത് തരം യുദ്ധങ്ങളാണ്? ഒളിഞ്ഞിരുന്നുകൊണ്ടുള്ള യുദ്ധങ്ങളാണ് അല്ലെ. അതിനെന്താ പറയാ? ഗറില്ല യുദ്ധമുറകൾ എന്നാ പറയാ. ഗറില്ല യുദ്ധമുറകളാണ് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഈ പഴശ്ശി രാജാവിന്റെ പോരാളികൾ പിന്തുടർന്നു പോകുന്നത്. ഗറില്ല യുദ്ധമുറകളായിരുന്നു. അപ്പൊ ഇവരെവിടെയാണ് കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നത്? പുരളിമലയിലാണ്. നിങ്ങൾ ആ സിനിമയിൽ കണ്ടിട്ടോ, മലയ്ക്കുള്ളിലൊക്കെ ഇവരിങ്ങനെ കുറെ പേരൊക്കെ ഒളിഞ്ഞിരുന്നു കൊണ്ട് സിഗ്നൽ കൊടുക്കുന്നതും, ബ്രിട്ടീഷുകാർ അതിൽ കൂടെ വരുമ്പോൾ സിഗ്നൽ കൊടുക്കുന്നതും അല്ലെ, ഇവരെ വാലിട്ട് പിടിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും, കാടിനുള്ളിൽ വെച്ച് യുദ്ധം ചെയ്യുന്ന സീനുകളെ കണ്ടിട്ടില്ലേ? അപ്പൊ ഈ പുരളിമല ഒരു മലയിലാണ്. പുരളിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ ഒന്നാമത്തെ പഴശ്ശി യുദ്ധം നടക്കുന്നത്.
നടക്കുന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമലയാണ്. ഇത് പുരളിമല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് പുരളിമല. അതുകൊണ്ടാണ് നമ്മുടെ പഴശ്ശി രാജാവിന് പുരളിശെമ്മൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശി രാജാവാണ്. കാരണം ഒന്നാമത്തെ പഴശ്ശി യുദ്ധം പുരളിമല കേന്ദ്രീകരിച്ചാണ് നടന്നത്. അങ്ങനെ ഈ ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം നമ്മ പറഞ്ഞു അവസാനിപ്പിച്ചു. ഇതിനു വേണ്ടിയിട്ട് ഒരാൾ ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുണ്ടാവുമല്ലോ. അതാരാണ്? ചിറക്കൽ രാജാവാണ് ഇതിന് ഇടനിലക്കാരനായിട്ട് നിന്നത്. ചിറക്കൽ രാജാവാണ്. അത് പറഞ്ഞപ്പോഴാണ് ഈ പഴശ്ശി രാജാവ് എന്നുള്ളത് ഏത് രാജകുടുംബത്തിൽപ്പെട്ടതാണ്? കോട്ടയം രാജകുടുംബത്തിൽപ്പെട്ടതാണ്. കോട്ടയം രാജകുടുംബം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ കോട്ടയം ജില്ലയിലേക്ക് പോകൂലേ? കോട്ടയം ജില്ലയിലേക്ക് പോകേണ്ട, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലേ. അതൊരു മറ്റൊരു രാജകുടുംബം. കുറെ രാജകുടുംബങ്ങളില്ലേ, അതുപോലൊരു രാജകുടുംബമായിരുന്നു കോട്ടയം രാജകുടുംബം എന്ന് പറയുന്നത്. കോട്ടയം രാജകുടുംബത്തിൽപ്പെട്ട ആളാണ് പഴശ്ശി രാജാവ് എന്നുള്ളത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അങ്ങനെ ചിറക്കൽ രാജാവിന്റെ അധ്യക്ഷതയിൽ നിങ്ങളൊക്കെ ആ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ പഴശ്ശി രാജാവ് ആ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു. അങ്ങനെ ചിറക്കൽ രാജാവിന്റെ അധ്യക്ഷതയിലുള്ള ഒരു ഒത്തുതീർപ്പോടുകൂടി യുദ്ധങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1797 നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ചു. അത് കഴിഞ്ഞ് 1899 ആയപ്പോഴേക്കും നമ്മുടെ ടിപ്പു സുൽത്താൻ മരണപ്പെടാണ്. 4ാം മൈസൂർ യുദ്ധത്തിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു. അപ്പോൾ നമുക്കറിയാലോ, മലബാർ എന്ന് പറയുന്നത് ആരുടെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു? നമ്മുടെ ടിപ്പു സുൽത്താന്റെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു. ടിപ്പു സുൽത്താൻ മരണപ്പെട്ടതോടുകൂടി വയനാടും ഞങ്ങൾക്ക് അധികാരപ്പെട്ടതാണ് എന്നുള്ളൊരു അവകാശവാദത്തോടു കൂടി ആരെത്താണ്? നമ്മുടെ ബ്രിട്ടീഷുകാരെത്തുകയും ഈ വയനാട് പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് 2ാം പഴശ്ശി വിപ്ലവം ആരംഭിക്കുന്നത്. 1800 മുതൽ 1805 വരെയാണ് 2ാമത്തെ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. ഈ 2ാമത്തെ പഴശ്ശി വിപ്ലവത്തിൽ നമ്മുടെ പഴശ്ശി രാജാവിനെ സഹായിച്ച വ്യക്തികളുണ്ടല്ലേ, അവരൊക്കെ നിങ്ങൾക്ക് പരിചിതമായ വ്യക്തികളാണ്. എടച്ചേന കുങ്കൻ, അതേപോലെ തന്നെ തലക്കൽ ചന്തു എന്ന് പറയുന്നത് കുറിച്യരുടെ നേതാവായിരുന്നു അല്ലെ. കുറിച്യരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. ഈ തലക്കൽ ചന്തുവും അതുപോലെ എടച്ചേന കുങ്കനും ചേർന്നുകൊണ്ടാണ് പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. നിങ്ങൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പനമരം കോട്ട പിടിച്ചെടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. വളരെ നമുക്ക് രോമാഞ്ചകരമായിട്ടുള്ള സീനാണ് അല്ലെ. പനമരം കോട്ട പിടിച്ചെടുക്കുന്നത് 1802 2 വർഷം കൂടി കഴിഞ്ഞിട്ട്, 2ാമത്തെ പഴശ്ശി വിപ്ലവം ആരംഭിച്ച് 2 വർഷം കൂടി കഴിഞ്ഞ് 1802 എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും കൂടി ചേർന്നുകൊണ്ട് പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. നമ്മുടെ ഈ തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, തലക്കൽ ചന്തു എന്ന് പറയുന്നത് കുറിച്യർ നേതാവാണ്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്ത് തന്നെയാണ്. പനമരം എന്നുള്ള സ്ഥലത്താണ് ഈ തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി രാജാവ് ഗൊറില്ല യുദ്ധമുറകളാണ് നടത്തിയത്. എവിടെ? വയനാട് കുന്നുകളിൽ ഗൊറില്ല യുദ്ധമുറകളാണ് നടത്തിയത്. അങ്ങനെ ഈ 2ാം പഴശ്ശി വിപ്ലവ സമയത്ത് ഇതിനെ അടിച്ചമർത്താനും അതുപോലെ തന്നെ പഴശ്ശി രാജാവിനെ പിടികൂടാനും വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ രൂപീകരിച്ചു. ആ സൈന്യത്തിന്റെ പേരാണ് കോൽക്കാർ എന്നുള്ളത്. പഴശ്ശി രാജാവിനെ പിടികൂടാൻ വേണ്ടിയിട്ട് ആർതർ വെല്ലസ്ലി എന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പു സുൽത്താനെ കൊന്ന ആളാണ് ആർതർ വെല്ലസ്ലി. അപ്പൊ അയാൾ നിസ്സാരക്കാരനല്ല അല്ലെ. ആർതർ വെല്ലസ്ലിയാണ് ഏത് സൈന്യത്തെ രൂപീകരിക്കുന്നത്? കോൽക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള സൈന്യത്തെ രൂപീകരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ 1805 നവംബർ 30 വെടിവെച്ച് കൊന്നു എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഇനി ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരെന്ന് ചോദിക്കാറുണ്ട്. അത് തോമസ് ഹാർവേ ബാബർ ആണ് ആ സമയത്ത് 2ാമത്തെ പഴശ്ശി വിപ്ലവത്തിന്റെ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങളാണ് അദ്ദേഹത്തെ പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നാണ്. പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കേരള സിംഹം എന്നുള്ളത്. ആ പുസ്തകത്തിലാണ് അദ്ദേഹം പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ 2 ചോദ്യങ്ങൾ ചോദിക്കാം. കേരള സിംഹം എന്നുള്ള പുസ്തകം ആരാണ് എഴുതിയത്? അത് സർദാർ KM പണിക്കരാണ്. ആരാണ് പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? അതും സർദാർ KM പണിക്കർ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പഴശ്ശി സ്മാരകം, നേരത്തെ തലക്കൽ ചന്തുവിന്റെ സ്മാരകമാണ് പനമരത്ത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. കാരണം മാനന്തവാടിയിൽ വെച്ചിട്ടാണ് ഈ പഴശ്ശി രാജാവ് വെടിയേറ്റ് മരിക്കുന്നത്.
നമ്മ പറഞ്ഞില്ലേ 1805 നവംബർ 30 പഴശ്ശിരാജാവ് വെടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞില്ലേ. അത് ഈ മാനന്തവാടിയിലെ വയനാട് മാനന്തവാടിയിലുള്ള മാവിലാൻ തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാനന്തവാടിയിലാണ് പഴശ്ശിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. കണ്ണൂര് വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പഴശ്ശി യുദ്ധങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ ഒന്നും കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം. 2 ഘട്ടങ്ങളായിട്ടാണ് പഴശ്ശി യുദ്ധം നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 97 വരെയാണ് നടക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി നയങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ പഴശ്ശി യുദ്ധത്തിന് കാരണം എന്ന് പറയുന്നത്. എന്ന് മുതൽ 1793 മുതൽ 97 വരെയാണ് നടക്കുന്നത്. പുരളിമല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പുരളിമല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ പുരളിശെമ്മൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒന്നാമത്തെ പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് നമ്മുടെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ധാരണയിൽ എത്തിച്ചേരാണ്. ഇങ്ങനെ എന്താണ് ഇത് ഞങ്ങളുടെ ജനങ്ങളെ അധികം ദ്രോഹിക്കരുത്, നികുതികളൊക്കെ കുറയ്ക്കണം എന്നുള്ളൊരു ഒത്തുതീർപ്പിന്മേൽ എത്തിച്ചേരാണ്. അതിന് ഒത്തുതീർപ്പിന് മധ്യസ്ഥത വഹിച്ച ആളുടെ പേരെന്താണ്? ചിറക്കൽ രാജാവാണ്. ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. അങ്ങനെ 1797 ഒന്നാമത്തെ പഴശ്ശി യുദ്ധമൊക്കെ അവസാനിച്ചിരിക്കുന്ന സമയത്താണ് 1799 നമ്മുടെ ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നതും തുടർന്ന് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും. അതേ തുടർന്നാണ് 1800 രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം ആരംഭിക്കുന്നത്. 1800 ആരംഭിച്ച രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം 1805 നവംബർ 30 പഴശ്ശി രാജാവ് മരിക്കുന്നത് വരെ നീണ്ടുനിന്നു. അപ്പൊ ഈ രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിൽ അദ്ദേഹത്തെ സഹായിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാണ്? തലക്കൽ ചന്തുവും അതുപോലെ എടച്ചേന കുങ്കനുമാണ്. തലക്കൽ ചന്തു എന്നുള്ളത് കുറിച്യരുടെ നേതാവാണ്. തലക്കൽ ചന്തുവും ഈ എടച്ചേന കുങ്കനും ചേർന്നുകൊണ്ടാണ് പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. അത് 1802 പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. ഇനി ഈ തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? പനമരത്ത് തന്നെയാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും. പിന്നെ എന്ത് തരത്തിലുള്ള യുദ്ധമുറകൾ പഴശ്ശിരാജാവ് പിന്തുടർന്നിരുന്നത്? ഗൊറില്ല യുദ്ധമുറകൾ അല്ലെ, അതായത് മറഞ്ഞിരുന്നു കൊണ്ടുള്ള യുദ്ധം, അതാണ് ഗൊറില്ല യുദ്ധമുറകളാണ് പിന്തുടർന്നിരുന്നത്. ഇത് രണ്ടാമത്തെ പഴശ്ശി യുദ്ധം നടക്കുന്നത് വയനാട് കുന്നുകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷുകാരുടെ പട്ടാള മേധാവി എന്ന് പറയുന്നത് ആർതർ വെല്ലസ്ലിയാണ്. 2 വെല്ലസ്ലി ഉണ്ട്. ഇത് ആർതർ വെല്ലസ്ലിയാണ്. അദ്ദേഹമാണ് പഴശ്ശിരാജാവിനെ പിടികൂടുന്നതിന് വേണ്ടി കോൽക്കാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സൈനിക സംഘത്തെ രൂപീകരിക്കുന്നത്. കോൽക്കാർ, മറക്കരുതേ, കോൽക്കാർ. ഇനി ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ, രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടക്കുന്ന സമയത്തെ തലശ്ശേരിയിലെ സബ് കളക്ടർ 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലെ സബ് കളക്ടർ എന്ന് പറയുന്നത് തോമസ് ഹാർവേ ബാർബർ ആയിരുന്നു. ഇനി പഴശ്ശിരാജാവ് വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30 വെടിയേറ്റ് മരിച്ച സ്ഥലം എന്ന് പറയുന്നത് മാവിലാൻ തോട്, മാനന്തവാടിയിലെ മാവിലാൻ തോടാണ്. ഈ മാനന്തവാടിയിലാണ്, വയനാട്ടിലെ മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടും പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ വളപട്ടണം പുഴയിലുമാണ്. പിന്നെ പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള കേരള സിംഹം എന്ന പുസ്തകത്തിലാണ് ഇത്തരത്തിൽ കേരള സിംഹം എന്ന് പഴശ്ശി രാജാവിനെ വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ മറ്റൊരു ബുക്കാണ് പഴശ്ശി സമരങ്ങൾ എന്നുള്ളത് KKN കുറുപ്പിന്റെ പുസ്തകമാണ് പഴശ്ശി സമരങ്ങൾ എന്നുള്ളത്. ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് പറയാണ്, കാരണം നമ്മൾ മറന്നു പോകുമല്ലോ ഈ പഴശ്ശി സമരങ്ങൾ അല്ലെ. കുറെ നമ്മൾ സമരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ, സമരം നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല റോഡിൽ കൂടി ഇങ്ങനെ നല്ല വെയിലത്തൊക്കെ കൊടിയും പിടിച്ചുകൊണ്ടല്ലേ നല്ല സമരങ്ങൾ ചെയ്യാം. അപ്പൊ സമരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറക്കും ഇല്ലേ, വെയിലൊക്കെ കൊണ്ട് കുറച്ച് കറക്കും എന്ന് ഓർക്കുക. അപ്പൊ കറക്കും എന്നതിന് കുറുപ്പ് എന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. കുറുപ്പ്, പഴശ്ശി സമരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് കുറച്ച് കറക്കും. ഒരു കോഡിന് വേണ്ടി മാത്രം പറയുന്നതാണ്, കുറച്ച് കറക്കും എന്ന് ഓർത്തേക്കുക. അപ്പൊ KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്നുള്ള പുസ്തകം എഴുതിയത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കേരളവർമ്മ പഴശ്ശിരാജ എന്നുള്ള സിനിമ അല്ലെ, കാരണം അത് തിരക്കഥ എഴുതിയത് നമ്മുടെ MT വാസുദേവൻ നായരാണ്. അദ്ദേഹം ഈയിടെ മരിച്ചു, അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ എന്നുള്ള സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി അതെന്നാണ് റിലീസ് ചെയ്തത്? 2009 ഈ പടം റിലീസ് ചെയ്തത്. അതിന്റെ സംവിധായകൻ എന്നുള്ളത് ഹരിഹരൻ ആയിരുന്നു അതിന്റെ സംവിധാനം.
നിർമ്മാണം ഗോകുലം ഗോപാലനായിരുന്നു. അതുപോലെ അതിന് സംഗീതം ഇളയരാജ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളാണ് അല്ലെ, സംഗീതം ഇളയരാജയും ശബ്ദ മിശ്രണം റസൂൽ പൂക്കുറ്റിയായിരുന്നു. അഭിനയിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പഴശ്ശിരാജാവായിട്ട് മമ്മൂട്ടിയാണ്. കൈതേരി മാക്കം, മമ്മൂട്ടിയുടെ വൈഫായിട്ടുള്ള മാക്കമായിട്ട് അഭിനയിച്ചത് കനിഹ സുബ്രഹ്മണ്യമായിരുന്നു. ഇടച്ചേന കുങ്കനായിട്ട് ശരത് കുമാറും തലക്കൽ ചന്തുവായിട്ട് മനോജ് കെ ജയനും ആയിരുന്നു. നീലിയായിട്ട് പത്മപ്രിയ ആണ് അഭിനയിച്ചത്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പൈച്ചി രാജ, നമ്മൾ നേരത്തെ പറഞ്ഞു പുരളിശെമ്മൻ എന്നുള്ള പേര് പറഞ്ഞല്ലോ, അതേപോലെ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിലൊക്കെ നമ്മുടെ ബ്രിട്ടീഷ് രേഖകളിൽ അറിയപ്പെടുന്നത് ഇങ്ങനെ പൈച്ചി രാജ, അതുപോലെ തന്നെ കൊട്ടിയോട്ട് രാജ എന്ന പേരുകളിലൊക്കെ ആണ് ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്, പഴശ്ശിരാജാവിനെ വിശേഷിപ്പിച്ചിരുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് കുണ്ടറ വിളംബരമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടത് തന്നെയാണ് കുണ്ടറ വിളംബരം, അതുപോലെ കുറിച്യർ കലാപമൊക്കെ. കുണ്ടറ വിളംബരം എന്നുള്ളത് 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. 1809 കുണ്ടറ വിളംബരം ആരാണ് നടത്തിയത്? വേലുത്തമ്പി ദളവയാണ് അല്ലെ കുണ്ടറ വിളംബരം നടത്തിയത്. ബ്രിട്ടീഷുകാർക്കെതിരെയാണ് കുണ്ടറ വിളംബരം നടത്തിയതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഡേറ്റ് പഠിക്കാൻ എളുപ്പമാണ്. കാരണം വിളംബരം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു വലിയൊരു ഇതുമല്ലേ, ഡ്രം പോലത്തെ ഒരു സാധനത്തും ഇങ്ങനെ കൊട്ടിക്കൊണ്ടല്ലേ വിളംബരങ്ങളൊക്കെ നടത്താം. ആ കൊട്ടുന്ന കോൽ എങ്ങനെയാണ്? ഒരു ഒന്നുപോലെയാണ് അല്ലെ കൊട്ടുന്ന കോല്. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ജനുവരി 11 3ഉം 1 അല്ലെ. ജനുവരി എന്ന് പറയുന്നത് 1ാമത്തെ മാസമാണ്. 11 എഴുതുമ്പോഴും 2 1. അപ്പൊ ജനുവരി 11 കുണ്ടറ വിളംബരം. അപ്പൊ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം നടന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്തിലെ കുണ്ടറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് കുണ്ടറ വിളംബരം നടത്തിയത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു അല്ലെ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അതായത് ഈ ബ്രിട്ടീഷുകാര് നമ്മൾക്ക് ഉപകാരമില്ല, അവർ നമ്മളെ എല്ലാ ഉപദ്രവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്രദേശങ്ങളൊക്കെ അവർ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ജനങ്ങളോട് വിളിച്ചു പറയാണ് ചെയ്തത്. ആര്? വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. അങ്ങനെ വിളിച്ചു പറഞ്ഞ അതിനാണ് കുണ്ടറ വിളംബരം. ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആര് അറിയിക്കുകയാണ്, അല്ലെങ്കിൽ ആര് ആവശ്യപ്പെടാണ്? നമ്മുടെ വേലുത്തമ്പി ദളവ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിളംബരമാണ് കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് നടത്തിയത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കുക. ഇനി കുറിച്യർ കലാപം എന്ന് പറയുമ്പോൾ 1812 കുറിച്യർ കലാപം. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ വയനാടൊക്കെ കീഴ്പ്പെടുത്തി. പിന്നെ വയനാട്ടിൽ അവരുടെ ഒരു തോന്നിയാസായി തുടങ്ങി. അതായത് പലതരത്തിലുള്ള നികുതികൾ കൊണ്ടുവരാണ്. ഈ വനത്തിൽ ജീവിക്കുന്ന ഈ നമ്മുടെ കുറിച്യർ വർഗത്തിൽപ്പെട്ടവർ, അവർ നമുക്കറിയാലോ ആദിവാസി വിഭാഗക്കാരാണല്ലേ അവർക്ക് ഈ നികുതി, വലിയ രീതിയിലുള്ള നികുതിയൊക്കെ ഏർപ്പെടുത്താണ്. ആ നികുതി എന്ന് പറയുന്നത് എങ്ങനെ കൊടുത്താൽ പോരാ, പൈസ ആയിട്ട് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ മുമ്പൊക്കെ വനവിഭവങ്ങളായിട്ടായാലും, അതായത് തേനും കാട്ടുതേനായിട്ടും അല്ലെങ്കിൽ പല ഫലങ്ങളൊക്കെ ആയിട്ടൊക്കെ കൊടുത്താൽ മതിയായിരുന്നു നികുതി. പക്ഷെ പിന്നീട് എന്താക്കി മാറ്റി? നികുതി പണമായി തന്നെ നൽകണം. പിന്നെ അതേപോലെ തന്നെ ഇവര് വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറഞ്ഞൊരു സംഭവം നടത്തിയിരുന്നു. ഈ വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു സ്ഥലത്ത് കൃഷി ചെയ്യും. കൃഷി ചെയ്തതിന് ശേഷം ആ കൃഷിയുടെ വിളവെടുത്ത് കഴിഞ്ഞാൽ അവിടെ ആ കൃഷിക്ക് മൊത്തം തീയിട്ടിട്ട് അവർ വേറെ സ്ഥലത്ത് പോയി കൃഷി ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ അവിടുത്തെ വിളവെടുത്ത് കഴിയുമ്പോൾ ആ കൃഷിക്ക് ആ നിലത്തിന് അവർ തീയിടും. പിന്നെ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചിവർ ഏറ്റവും ആദ്യം കൃഷി ചെയ്ത സ്ഥലത്ത് തന്നെ എത്തും. അപ്പൊ എന്ന് വെച്ചാൽ ഈ തീയിട്ടിട്ട് ആ ചാരം മുഴുവൻ അവിടെ കിടന്ന് അവിടെ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണായി മാറിയിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും അവരവിടെ കൃഷി ചെയ്യും. ഇതിനാണ് വെട്ടിച്ചൂട്ട് കൃഷി എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എതിർത്തു. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ വെട്ടിച്ചൂട്ട് കൃഷിയെ ആരെതിർത്തു? ബ്രിട്ടീഷുകാർ എതിർത്തു. അപ്പൊ ഇതും എന്തിനൊരു കാരണമായിരുന്നു? ഈ കുറിച്യർ കലാപത്തിന് കാരണമായിരുന്നു. അപ്പൊ കുറിച്യർ കലാപത്തിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കാരങ്ങൾ തന്നെയായിരുന്നു. വലിയ രീതിയിലുള്ള നികുതി ഏർപ്പെടുത്തി. ഇനി നികുതി എന്ന് പറയുന്നത് പണമായി തന്നെ നൽകണം, വനവിഭവങ്ങളായിട്ടൊന്നും നൽകാൻ പറ്റില്ല, അത് പണമായി തന്നെ നൽകണം എന്നുള്ള നിർബന്ധം. അതേപോലെ തന്നെ ഈ വെട്ടിച്ചുട്ട് കൃഷി നടത്തുന്നതിന് എതിരെയായിരുന്നു ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ എന്തിന് കാരണമായി മാറി? കുറിച്യർ കലാപത്തിന് കാരണമായി മാറി. 1812 കുറിച്യർ കലാപം നടക്കുന്നത്. 1812 കുറിച്യർ കലാപം നടക്കുന്നത്. വയനാട്ടിലാണ് കുറിച്യർ കലാപം നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി ഇതിനുള്ള പ്രധാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കാരം തന്നെയാണ്. കുറിച്യർക്കും കുറുമ്പറും, രണ്ട് സമുദായക്കാരുണ്ട്, കുറിച്യരും കുറുമ്പരും. ഇവർക്ക് മേലെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിച്ചതാണ് എന്തിനുള്ള കാരണം? ഈ കുറിച്യർ കലാപത്തിനുള്ള കാരണം. ഇനി നികുതി കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തോമസ് വാർഡൻ ആണ്. തോമസ് വാർഡൻ
വാർഡൻ. നമ്മൾ നേരത്തെ ഒരു തോമസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ എന്ന് പറയുന്നത് ഒരു തോമസ് തന്നെയായിരുന്നു. എന്ത് തോമസ് ആണ്? തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. ഇത് നമ്മുടെ കുറിച്യരുടെ മേലെ നികുതി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ പേരാണ് തോമസ് വാർഡൻ എന്നുള്ളത്. ഈ കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് അല്ലെ. രാമനമ്പി എന്നുള്ളത് കുറിച്യരുടെ നേതാവായിരുന്നു. അദ്ദേഹമാണ് ഈ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. രാമനമ്പി. അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ഈ രാമനമ്പിയെ പിടിക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അങ്ങനെ 1812 തന്നെ മെയ് 8 ഈ ലഹള തന്നെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അപ്പൊ 1812 മാർച്ചിലാണ് ആരംഭിക്കുന്നത്. മെയ് ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാര് ഈ ലഹളയെ അടിച്ചമർത്താണ് ഉണ്ടായത്. അപ്പൊ അതും ഓർത്തു വെക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? 1812 കുറിച്യർ കലാപം. ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരം മൂലമാണ് കുറിച്യർ കലാപം ഉണ്ടായത്. കുറിച്യരുടെ നേതാവ് എന്ന് പറയുന്നത് രാമനമ്പി ആയിരുന്നു. കുറിച്യർക്കും കുറുമ്പർക്കും മേലെ ഈ നികുതികൾ ഏർപ്പാടാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് തോമസ് വാർഡൻ എന്നായിരുന്നു. കുറിച്യരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. 1812 മെയ് 8 ആയപ്പോഴേക്കും ഇദ്ദേഹത്തെ, നമ്മുടെ രാമനമ്പിയെ വധിക്കുകയും കുറിച്യർ ലഹള അടിച്ചമർത്തുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗിരിവർഗ കലാപം. ഗിരിവർഗം എന്ന് പറയുമ്പോൾ ആദിവാസി സമുദായത്തിൽപ്പെട്ടവരുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സായുധ കലാപമാണ് ഈ കുറിച്യർ കലാപം എന്ന് പറയുന്നത്. അപ്പൊ ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗിരിവർഗ കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് കുറിച്യർ കലാപമാണ്. അതേപോലെ തന്നെ 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ടി.എച്ച്. ബേബറാണ്. ടി.എച്ച്. ബേബർ എന്താണ് പറഞ്ഞത്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ടി.എച്ച്. ബേബർ ആണെന്നും കൂടി ഓർത്തിരിക്കാം. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള എന്താണെന്ന് അറിയാലോ? മാറുമറയ്ക്കൽ സമരം എന്നും പറയൂ അല്ലെ. 1859 കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ്. അതായത് സാമൂഹികമായിട്ടുള്ള ഒരു അനാചാരത്തിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള അഥവാ മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ പറയും. 1859 1859 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് മുമ്പേ തൊട്ട് ഈ ലഹളകൾ നടക്കുന്നുണ്ട്. അതായത് 1822 ഒന്നാമത്തെ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചാന്നാർ ലഹള 1822 പിന്നീട് അതേ തുടർന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ അടിച്ചമർത്തപ്പെട്ട് ഇങ്ങനെ പതുക്കെ പോകായിരുന്നു. പിന്നീട് 1859 ആ സമയത്തോട് കൂടിയിട്ട് വീണ്ടും ഈ സമരം വളരെ ഊർജിതമാവുകയും അങ്ങനെ ഉത്രം തിരുനാള് ഈ മാറുമറയ്ക്കാനുള്ള ഒരു അവകാശം ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. അതാണ് ചാന്നാർ ലഹള 1859. ഒന്നാം ചാന്നാർ ലഹള എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രം 1822. ഒന്നാം ചാന്നാർ ലഹള എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രം 1822 പറയേണ്ടത്. അല്ലാതെ ചാന്നാർ ലഹള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1859. മാറുമറയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെ, ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അതുകൊണ്ട് മേൽമുണ്ട് സമരം അല്ലെ, മാറുമറയ്ക്കൽ സമരം അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ഇനി ചാന്നാർ ലഹളയ്ക്ക് സപ്പോർട്ട് നൽകിയ അല്ലെങ്കിൽ അതിന് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് അല്ലെ, നവോത്ഥാന നായകൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് വൈകുണ്ഠസ്വാമിയാണ് ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് ഇതിന് സപ്പോർട്ട് ചെയ്തത്. ചാന്നാർ ലഹളയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയത്. അങ്ങനെ ഈ മാറുമറയ്ക്കാൻ അവകാശം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മേൽമുണ്ട് ധരിക്കാനുള്ള, എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം വസ്ത്രം അല്ലെ, നല്ല പ്രാസല്ലേ? ഉത്രം വസ്ത്രം ഇല്ലേ, രണ്ടും നല്ല ഒരേ പ്രാസത്തിലാണ്. ഉത്രം വസ്ത്രം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. വസ്ത്രം ധരിക്കാൻ അനുമതി നൽകിയത് ഉത്രം തിരുനാൾ. അപ്പൊ ആരാണ് മേൽമുണ്ട് ധരിക്കാൻ താഴ്ന്ന എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്? ഉത്രം തിരുനാള് മാർത്താണ്ഡവർമ്മയാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1859 ജൂലൈ 26
ജൂലൈ 26 കൂടി പഠിച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 1859 ജൂലൈ 26 അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. 1859 ജൂലൈ 26. അടുത്തത് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കണം, ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാനില്ല. ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് എഴുതി വെക്കുക. പിന്നെ നമുക്ക് സെറ്റാക്കാം, നമുക്ക് സാവധാനം എല്ലാം സെറ്റാക്കി തരാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കുറേ വർഷങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നമുക്കതൊക്കെ സെറ്റാക്കാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തിനെ കുറിച്ചാണ്? മലയാളി മെമ്മോറിയൽ. 1891 മലയാളി മെമ്മോറിയൽ. 1891 ഒന്നാമതായിട്ട് വന്ന മെമ്മോറിയലാണ്. കാരണം മലയാളി മെമ്മോറിയൽ ഉണ്ട്, പിന്നെ അതിനുശേഷം എതിർ മെമ്മോറിയൽ ഉണ്ട്, പിന്നെ അതിനുശേഷം ഈഴവ മെമ്മോറിയൽ ഉണ്ട്. ഒന്നാമതായിട്ട് വന്ന മെമ്മോറിയലാണ് മലയാളി മെമ്മോറിയൽ. അപ്പൊ അതുകൊണ്ട് തന്നെ 1891 ജനുവരി 1, 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഈ മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പറയുന്ന ഒരേ ഒരു മലയാളി എന്ന് പറയുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണല്ലേ. അപ്പൊ ഈ ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്? മലയാളികൾക്ക് വേണ്ടിയിട്ടാണല്ലേ സമർപ്പിച്ചത് എന്തായാലും. അതായത് തിരുവിതാംകൂറിലൊക്കെ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജോലി നൽകിയതൊന്നും തിരുവിതാംകൂറിലെ ആളുകൾക്കല്ല നൽകിയിരുന്നത്. പകരം ഈ മദ്രാസിൽ നിന്നുള്ളൊക്കെ കൂടുതൽ സവർണ ജാതിക്കാരുണ്ടല്ലോ, മദ്രാസ് ആ ഭാഗത്തൊക്കെ ഉള്ള ഇവർക്കാണ് കൂടുതലും. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ തമിഴ് ബ്രാഹ്മൺസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെയാണ് കൂടുതലും നമ്മുടെ തിരുവിതാംകൂറിലുള്ള ജോലികൾ. ഇപ്പൊ നമ്മൾ ദിവാൻമാരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെ, കേരളത്തിൽ ആ സമയത്ത് തിരുവിതാംകൂറിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ദിവാൻമാരൊക്കെ നോക്കണമെങ്കിൽ തന്നെ അറിയായിരിക്കും, മിക്കവരും തിരുവിതാംകൂറിലുള്ളവരല്ല. ഭൂരിഭാഗം പേരും ഈ മദ്രാസിൽ നിന്നൊക്കെ ഉള്ള തമിഴ് ബ്രാഹ്മണരാണ്. അപ്പൊ ഇത്തരത്തില് തിരുവിതാംകൂറിലെ പല ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ തമിഴ് ബ്രാഹ്മണരൊക്കെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർക്കൊന്നും തന്നെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള, അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരുപാട് മലയാളികൾ തിരുവിതാംകൂറിലുണ്ട്. എന്നിട്ട് പോലും അവിടെ ജോലി നൽകുന്നത് പുറത്തുള്ളവർക്കാണ്. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവിതാംകൂർക്ക് തരണം അല്ലെ, തിരുവിതാംകൂർക്ക് എന്നുള്ളതായിരുന്നു അതിന്റെ മുദ്രാവാക്യം. തിരുവിതാംകൂറിലെ ജോലികളിൽ തിരുവിതാംകൂറിലെ തന്നെ ആളുകളെ തന്നെ നിയമനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെമ്മോറിയൽ, ഒരു അപേക്ഷ പോലെ സമർപ്പിച്ചതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇനി മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളിനാണ്. അത് ഞങ്ങളൊന്നും മൂലക്കിരുത്തണ്ട അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞത്, ഞങ്ങളൊന്നും അങ്ങനെ മൂലക്കിരുത്തണ്ട, ഞങ്ങളെ കൊണ്ടൊന്ന് സീറ്റിലിരുത്തണം, അങ്ങനെ മൂലക്കിരുത്താൻ നോക്കണ്ട, ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഗവൺമെന്റ് പോസ്റ്റുകളൊക്കെ, സീറ്റുകളൊക്കെ, ഞങ്ങൾക്കും ജോലി തരണം എന്നല്ലേ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മൂലക്കിരുത്തണ്ട എന്ന് പറഞ്ഞത് ആരോടാണ്? ശ്രീമൂലം തിരുനാളിനോടാണ്. ശ്രീമൂലം തിരുനാളിനാണ് ഇത് നമ്മുടെ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. നമ്മൾ നേരത്തെ ഒരു ഭരണാധികാരിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉത്രം തിരുനാൾ അല്ലെ, എന്തായിട്ട് ബന്ധപ്പെട്ടാണ്? അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം നൽകാൻ അല്ലെ മേൽമുണ്ട് ധരിക്കാൻ വേണ്ടി അനുമതി നൽകിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പൊ വസ്ത്രം ധരിക്കാൻ അനുമതി നൽകിയത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇത് നമ്മൾ പറഞ്ഞത് ഞങ്ങളെ മൂലക്കിരുത്തണ്ട, ഞങ്ങൾക്കും ഉദ്യോഗസ്ഥ പദവിയിലൊക്കെ ഞങ്ങൾക്കും അർഹരാണ്, ഞങ്ങൾക്കും നിയമനം തരണം അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. എന്നാണ് സമർപ്പിച്ചത്? 1891 ജനുവരി 1 സമർപ്പിച്ചത്. ഇനി നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത്. ഇനി മലയാളി മെമ്മോറിയലിൽ മൊത്തത്തില് 1098 പേര് ഒപ്പുവെച്ചിട്ടുണ്ട്. 1028 പേര് 1028 പേരാണ് ടോട്ടൽ ഇതിൽ ഒപ്പുവെച്ചത്. അപ്പൊ ഇതിൽ 1028 പേര് ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാദ്യം ഒപ്പുവെച്ചു എന്നുള്ളതാണ് അല്ലെ. ഒരു ശങ്കയും കൂടാതെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒപ്പിടാൻ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും. കാരണം ഇത് രാജാവിന്റെ കയ്യിൽ എത്തുമ്പോൾ രാജാവ് എടുത്ത് ഫസ്റ്റ് നോക്കുക ആരാണ് ആദ്യം ഒപ്പിട്ടിരിക്കണേന്നല്ലേ ആദ്യം നോക്കുക. അതുകൊണ്ട് തന്നെ എന്നാൽ ഒരു പേടിയില്ലാതെ ഒരു ശങ്കയും ഇല്ലാതെ ഫസ്റ്റ് ഒപ്പിട്ടത് KP ശങ്കരമേനോനാണ്. അപ്പൊ ഈ മലയാളി മെമ്മോറിയലില് ആദ്യമായിട്ട് ഒപ്പിട്ടത് ആരാണ്? ഒരു ശങ്കയും കൂടാതെ ഒപ്പിട്ടത് KP ശങ്കരമേനോൻ. ഒരു ശങ്കയും കൂടാതെ ഒപ്പിട്ടത് KP ശങ്കരമേനോനാണ് ആദ്യമായിട്ട് ഒപ്പിട്ടത്. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം. ഇനി പിന്നെ ചോദിക്കാം മൂന്നാമതായിട്ട് ഒപ്പിട്ടത് ആരെന്നാണ്. കാരണം എന്താ വെച്ചാൽ മൂന്നാമതായിട്ട് ഒപ്പിട്ട ആൾക്ക് പ്രത്യേകത, അത് നമ്മുടെ ഡോക്ടർ പൽപ്പു ആണ്. മൂന്നാമതായിട്ട് ഒപ്പിട്ടത് ഡോക്ടർ പൽപ്പു ആണ്. ഈ മൂന്നാമത്തെ ഒരു മെമ്മോറിയൽ പറഞ്ഞില്ലേ, എതിർ മെമ്മോറിയലിന് ശേഷം പിന്നെ
ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും ഡോക്ടർ പൽപ്പുവാണ്. അതുപോലെ തന്നെ ഈ മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായിട്ട് ഒപ്പിട്ടതും. കാരണം നമുക്കറിയാലോ ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് ഈഴവനാണ്, പക്ഷെ അദ്ദേഹം എന്താണ്, ഒരു ഡോക്ടർ ആയിരുന്നു. എന്നിട്ട് പോലും ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇതിൽ എന്തായാലും തീർച്ചയായിട്ടും ഡോക്ടർ പൽപ്പു ഒപ്പിട്ടിട്ടുണ്ടാവും. മൂന്നാമതായിട്ടാണ് അദ്ദേഹം ഒപ്പിട്ടത്. ഇനി ഇത് എഴുതി തയ്യാറാക്കിയത് ആര്? ഈ മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. അപ്പൊ നമ്മൾ സാധാരണ ജോലിക്കൊക്കെ പോകുമ്പോൾ എന്താണ് എഴുതിക്കൊണ്ടു പോകുക? CV അല്ലേ എഴുതിക്കൊണ്ടു പോകുക. നമ്മൾ ജോലിക്ക് അപേക്ഷ നൽകുമ്പോൾ CV കൊടുക്കും അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇത് എഴുതി തയ്യാറാക്കിയതും ഒരു CV തന്നെയാണ്, CV രാമൻപിള്ള. അപ്പൊ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. അപ്പൊ ഈ പേരുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഓർത്തുക്കാനാണ് കോഡുകൾ പറഞ്ഞത്, നിങ്ങൾക്ക് കിട്ടണം. നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഒരു ബാരിസ്റ്റർ പോലെ അല്ലെ, ഒരു നമ്മൾ പറയില്ലേ ഒരു വലിയൊരു നേതാവ്, ബാരിസ്റ്റർ GP പിള്ളയാണ് നേതൃത്വം നൽകിയത്. ഇനി ഇതിൽ ഫസ്റ്റ് ഒപ്പിട്ടത്, ഒരു ശങ്കയും കൂടാതെ ഒപ്പിട്ടത് ആരാണ്? അത് KP ശങ്കരമേനോനാണ്. KP ശങ്കരമേനോൻ. മൂന്നാമതായിട്ട് ഒപ്പിട്ട ആളാണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. ഇനി ഇത് ആർക്കാണ് സമർപ്പിച്ചത്? ഈ മലയാളി മെമ്മോറി ആർക്കാണ് സമർപ്പിച്ചത്? ഞങ്ങളെ മൂലക്ക് ഇരുത്തണ്ട, ഞങ്ങൾക്കും ജോലി തരണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആർക്കാ സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ഇനി ഇത് എഴുതി തയ്യാറാക്കിയത് ആരാണ്? നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ജോലി തരണം എന്നല്ലേ ആവശ്യപ്പെട്ടുകൊണ്ടല്ലേ മലയാളി മെമ്മോറിയൽ എഴുതുന്നത്. അപ്പൊ ജോലിക്ക് പോകുമ്പോൾ നമ്മ എന്തൊട്ട് എഴുതിക്കൊണ്ട് പോകാം? CV. അപ്പൊ ഇത് എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ് ഇത് എഴുതി തയ്യാറാക്കിയത്. അപ്പൊ ഇതിലെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. ആരൊക്കെയാണ്? നമ്മുടെ ബാരിസ്റ്റർ GP പിള്ള, അതുപോലെ തന്നെ KP ശങ്കരമേനോന്, CV രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, ഇവരൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. പിന്നെ ഒരു പേരും കൂടി നൽകിയിട്ടുണ്ട്, കാവാലം നീലകണ്ഠൻ പിള്ള എന്നുള്ളത്. കാവാലം നീലകണ്ഠൻ പിള്ളയും കൂടി. ഇനി ഈ മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഒരു ഇംഗ്ലീഷുകാരനാണ്, അത് നോർട്ടൺ ആണ്. നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് നമുക്ക് കൊടുക്കില്ല. ഇതൊക്കെ ഒന്ന് നോക്കി ശരിയാണോന്ന് അല്ലേ. നമുക്ക് കുറച്ചും കൂടി ഒരു ഇംഗ്ലീഷുകാരന് കൊടുക്കണം അല്ലേ, ഒരു കുറച്ചും കൂടി വിദ്യാഭ്യാസമുള്ള ഒരു ഇംഗ്ലീഷുകാരന് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന് നിയമോപദേശം നൽകിയത് ഒന്ന് നോക്കി, ഇതൊക്കെ ശരിയാണോ ഒന്നും നമ്മൾ കൊടുക്കൂല. അപ്പൊ നോക്കട്ടെ എന്ന് പറഞ്ഞെടുത്തത് ആരാണ്? നോക്കട്ടെ എന്ന് പറഞ്ഞെടുത്തത് നോർട്ടൺ ആണ്. അപ്പൊ മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞെടുത്തത് നോർട്ടൺ ആണ്. ഇനി മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്തെ തിരുവിതാംകൂറിലെ രാജാവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ആ സമയത്തെ ദിവാൻ എന്ന് പറയുന്നത് T രാമറാവു ആണ്. ആരാണ്? T രാമറാവു ആണ് ആ സമയത്തെ ദിവാൻ എന്ന് പറയുന്നത്. ഇനി മലയാളി മെമ്മോറിയലിനെ കുറിച്ചിട്ട് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം. CV രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. അതേപോലെ തന്നെ അദ്ദേഹം ഈ മലയാളി മെമ്മോറിയലിനെ കുറിച്ചിട്ട് ഒരു പത്രത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഏത് പത്രത്തിലാണ്? മിതഭാഷി എന്നുള്ള പത്രത്തിലാണ് അദ്ദേഹം ലേഖനം എഴുതിയത്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് വിദേശീയ മേധാവിത്വം എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പുസ്തകമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CV രാമൻപിള്ള ഒരു പത്രത്തിൽ ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനം ഏത് പത്രത്തിലാണ്? മിതഭാഷി എന്നുള്ള പത്രത്തിലാണ്. അതേപോലെ തന്നെ ഈ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻപിള്ള ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് വിദേശീയ മേധാവിത്വം എന്നുള്ളത്. അപ്പൊ മലയാളി മെമ്മോറിയൽ പഠിച്ചു എല്ലാവരും. എന്തൊക്കെയാണ് പറഞ്ഞത്? മലയാളി മെമ്മോറിയൽ എന്ന് സമർപ്പിച്ചു? 1891 ജനുവരി 1 സമർപ്പിച്ചത്. ആരാണ് നേതൃത്വം നൽകിയത്? ബാരിസ്റ്റർ GP പിള്ളയാണ് നേതൃത്വം നൽകിയത്. എന്തിനു വേണ്ടിയാണ് സമർപ്പിച്ചത്? തിരുവിതാംകൂർക്ക് അല്ലെ, അതായിരുന്നു മുദ്രാവാക്യം. അതായിരുന്നു ഈ മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. അതായത് തിരുവിതാംകൂറിലെ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് തന്നെ എന്ത് നൽകണം? ജോലി നൽകണം, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവസരം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചതാണ്. ആർക്കാണ് സമർപ്പിച്ചത്? ഞങ്ങളെ മൂലക്കെരുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിലാണ് സമർപ്പിച്ചത്. ആദ്യമായിട്ട് ഒപ്പുവെച്ചത്, ഒരു ശങ്കയും കൂടാതെ ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ് ഒപ്പുവെച്ചത്. ടോട്ടൽ എത്ര പേര് ഒപ്പുവെച്ചു? 10,028 പേരാണ് ഒപ്പുവെച്ചത്. ഇനി ഈ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV എഴുതുന്ന പോലെ അല്ലെ, CV രാമൻപിള്ളയാണ് എഴുതി തയ്യാറാക്കിയത്. മലയാളി മെമ്മോറിയൽ നിയമോപദേശം നൽകിയിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരനുണ്ടല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോയിട്ട് നിയമോപദേശം നൽകിയ ആരാണ്? നോർട്ടൺ ആണ് മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്തെ തിരുവിതാംകൂറിന്റെ ദിവാൻ എന്ന് പറയുന്നത് T രാമറാവു ആണ്. ആ സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ T രാമറാവു ആണ്. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള
ഒരു പത്രത്തിൽ ലേഖനം എഴുതിയിരുന്നു. അത് ഏത് പത്രമാണ്? മിതഭാഷിയാണ്. അതേപോലെ തന്നെ സി വി രാമൻപിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ചിട്ടൊരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് വിദേശീയ മേധാവിത്വം എന്നുള്ളതാണ്. ഇനി എതിർ മെമ്മോറിയൽ എന്തായിരിക്കും? ഇതിനെതിരെ സമർപ്പിച്ചത് അല്ലെ, മലയാളി മെമ്മോറിയലിന് എതിരെ സമർപ്പിച്ചതാണ് എതിർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. 1891 തന്നെയാണ് സമർപ്പിച്ചത്. മറ്റേത് ജനുവരിയിലാണെങ്കിൽ ഇത് ജൂൺ മാസത്തിലാണ് സമർപ്പിച്ചത്. ജൂൺ 3-നാണ് സമർപ്പിച്ചത്. ജൂൺ 3-ന്. അപ്പൊ 1891 ജൂൺ 3-നാണ് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത്. എതിർ മെമ്മോറിയൽ സമർപ്പിച്ച പ്രധാന നേതാക്കളൊന്നും ചോദിക്കാറില്ല, ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. രാമ അയ്യർ, രാമ അയ്യറും രാമനാഥൻ റാവു, രാമ അയ്യർ രാമനാഥൻ റാവു, രാമ അയ്യർ രാമനാഥൻ റാവു, ഇവരാണ് പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ എന്നാണ്? 1896-ലാണ്. 5 വർഷം കൂടി കഴിഞ്ഞിട്ട് 1896 സെപ്റ്റംബർ 3-നാണ്. സെപ്റ്റംബർ 3-ാമതായിട്ടല്ലേ സമർപ്പിച്ചത്, അതുകൊണ്ട് 3 സെപ്റ്റംബർ 3-നാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഈഴവ മെമ്മോറിയൽ ആരാണ് സമർപ്പിച്ചത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. മറ്റേത് നേരത്തെ പറഞ്ഞ മലയാളി മെമ്മോറിയലിൽ 10,028 പേരാണ് സൈൻ ചെയ്തത്. അപ്പൊ ഈഴവ മെമ്മോറിയൽ എന്തായാലും അതിനേക്കാളും കൂടുതൽ പേര് സൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എത്ര പേരാണ്? 13,176 പേര്. 13,176, ജസ്റ്റ് കേട്ടാൽ മതി. 13,176, 13,176 പേരാണ് ടോട്ടൽ സൈൻ ചെയ്തത്. ഇതിന്റെ ആവശ്യം എന്തായിരിക്കും? നമ്മൾ നേരത്തെ തിരുവിതാംകൂറിലുള്ളവർക്ക് അവസരം നൽകണം എന്ന് പറഞ്ഞ പോലെ തന്നെ തൊഴിലവസരങ്ങളിൽ ഈഴവർക്കും പ്രാതിനിധ്യം നൽകണം, ഈഴവർക്കും അവസരം നൽകണം. തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇനി ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാന് ആരായിരുന്നു? അത് ടി രാമറാവു അല്ല, ശങ്കര സുബ്ബയ്യാണ്. ഇത് രണ്ടും സമർപ്പിക്കുന്ന സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. ഞങ്ങളെ മൂലക്കിരുത്തതെന്ന് പറഞ്ഞത് ശ്രീമൂലം തിരുനാളിനോടാണ്. പക്ഷെ രണ്ട് സമയത്തും ദിവാനായിരുന്നത് വെവ്വേറെ വ്യക്തികളാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് ശങ്കര സുബ്ബയ്യ ആയിരുന്നു ദിവാൻ. ശ്രദ്ധിക്കണം, ശങ്കര സുബ്ബയ്യ ആയിരുന്നു ദിവാൻ. എന്നാൽ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് ടി രാമറാവു ആയിരുന്നു ദിവാന്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ശങ്കര സുബ്ബയ്യ, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ശങ്കര സുബ്ബയ്യ. എന്നാൽ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് ടി രാമറാവു ആയിരുന്നു ആ സമയത്തെ ദിവാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു നടപടിയും ശ്രീമൂലം തിരുനാൾ യാതൊരു നടപടിയും എടുത്തില്ല. ഇങ്ങനെ ഒരു ഈഴവ മെമ്മോറിയൽ കൊടുത്തെങ്കിലും അദ്ദേഹം യാതൊരു നടപടി എടുത്തില്ല. തുടർന്ന് 1900-ൽ കഴ്സൺ പ്രഭു ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു. കഴ്സൺ പ്രഭു കേരളത്തിലേക്ക് വന്നിട്ടാണ് നമ്മുടെ ആലപ്പുഴനെ കിഴക്കിന്റെ വെന്നീസ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചത്, കഴ്സൺ പ്രഭു. അപ്പൊ കഴ്സൺ പ്രഭു വന്നപ്പോൾ നമ്മുടെ ഡോക്ടർ പൽപ്പു എന്ത് ചെയ്ത്? ഒരു മെമ്മോറിയൽ നമ്മുടെ ആർക്കും കൂടിയും കൊടുത്തു, ഈ കഴ്സൺ പ്രഭുവിനും കൂടി കൊടുത്തു. അപ്പൊ രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് കൊടുത്തത്. പക്ഷെ രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ കൊടുത്തത് കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. അത് 1900-ലാണ് സമർപ്പിച്ചത്. രണ്ടും കൊടുത്തത് ആര് തന്നെയാണ്? ഡോക്ടർ പൽപ്പു തന്നെയാണ് കൊടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1-ന്, അതിനുശേഷം എതിർ മെമ്മോറിയൽ കൊണ്ടുവന്നു അല്ലെ. എതിർ മെമ്മോറിയൽ 1891 തന്നെയാണ്, പക്ഷെ എന്താണ്? ജൂൺ 3-നാണ് സമർപ്പിച്ചത്. പിന്നെ അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഈഴവ മെമ്മോറിയൽ കൊണ്ടുവരുന്നത്. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു ആണ് 1896 സെപ്റ്റംബർ 3-നാണ് സമർപ്പിക്കുന്നത്. അടുത്തത് നമുക്ക് വില്ലുവണ്ടി സമരത്തെ കുറിച്ചൊന്ന് പറയണം. വില്ലുവണ്ടി സമരം ആരാണ് നേതൃത്വം നൽകിയെന്ന് അറിയാലോ. വില്ലുവണ്ടി സമരം നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് അല്ലെ. നേതൃത്വം നൽകിയത് 1893-ലാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. അയ്യങ്കാളി 1893-ലാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. അയ്യങ്കാളി ജനിച്ചത് 1863-ലാണ്. 1863-ലാണ് അയ്യങ്കാളി ജനിച്ചത്. അയ്യങ്കാളി മാത്രമല്ല, നമ്മുടെ സ്വാമി വിവേകാനന്ദനും അതെ 1863-ലാണ് ജനിച്ചത്. 1893 അദ്ദേഹത്തിന് 30 വയസ്സുള്ള സമയത്ത് നമ്മുടെ അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തി. അതേപോലെ തന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോൾ 1893-ലാണ് ചിക്കാഗോയില് സർവമത സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിലെ പ്രഭാഷണം എന്ന് പറയുന്നത് വളരെയധികം പ്രശസ്തിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു അല്ലെ. അപ്പൊ അതും എന്താണ് 30 വയസ്സുള്ളപ്പോൾ തന്നെയാണ്. സ്വാമി വിവേകാനന്ദന് 30 വയസ്സുള്ളപ്പോഴാണ് ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ അയ്യങ്കാളിക്ക് 30 വയസ്സുള്ളപ്പോൾ 1893-ലാണ് അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയത്. വില്ലുവണ്ടി സമരം എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത്?
അതായത് അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. അവർണർ ഒന്നും തന്നെ പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇതിനെതിരെയാണ് ആര് സമരം നടത്തിയത്? നമ്മുടെ അയ്യങ്കാളി. അദ്ദേഹം എന്താണ്, കാളവണ്ടിയിൽ സഞ്ചരിക്കാൻ, നടക്കാൻ പോയിട്ട് കാളവണ്ടിയിൽ സഞ്ചരിക്കാൻ ഒന്നും തന്നെ അവകാശമില്ല, നടക്കാനും അവകാശമില്ല, കാളവണ്ടിയിൽ സഞ്ചരിക്കാൻ ഒന്നും പാടില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ അയ്യങ്കാളി വലിയ 2 കാളനെ വാങ്ങിച്ചിട്ട് അതിനെ കൂട്ടിക്കെട്ടി പോവുകയാണ്. അപ്പൊ ഇത് ആളുകൾ അറിയണം, ഇതിൽ കൂടെ പോകണുള്ള കാര്യം അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ വലിയൊരു മണിയും കെട്ടിയിട്ടിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് ആര് പോയത്? നമ്മുടെ അയ്യങ്കാളി പോയത് പൊതുവഴിയിൽ കൂടി. ഈ സംഭവമാണ് വില്ലുവണ്ടി സമരം എന്നത്. അദ്ദേഹം അപ്പൊ പോകുമ്പോൾ തീർച്ചയായിട്ടും സവർണറുള്ള ആയിട്ടുള്ള ആളുകൾ എതിർക്കാൻ വരില്ലേ, തീർച്ചയായിട്ടും സവർണറായിട്ടുള്ള ആളുകൾ എതിർക്കാനൊക്കെ വന്നു. പക്ഷെ അയ്യങ്കാളി നേരെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല ശാരീരിക ശക്തിയുള്ള വ്യക്തിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ തടിമിടുക്ക് കൊണ്ട് ഈ സവർണരൊക്കെ ഇടിച്ച് പപ്പടാക്കി ദൂരെ കളഞ്ഞു. അങ്ങനെ നടത്തിയതാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. വില്ലുവണ്ടി സമരം വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് നടത്തിയത്. വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയത്. വില്ലുവണ്ടി സമരം നടത്തിയത് ആരെന്നും ഏത് വർഷമാണെന്നാണ് കൂടുതലും ചോദിക്കാറുള്ളത്. ഏത് വർഷമാണ്? 1893. 1893 വില്ലുവണ്ടി സമരം നടത്തിയത്. വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു. വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് അദ്ദേഹം വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തത്. അയ്യങ്കാളിയാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അയ്യങ്കാളി നടത്തിയ മറ്റു പ്രധാനപ്പെട്ട ഒരു സമരമാണ് പുലയ ലഹള, അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുലയ ലഹളയും ഊരൂട്ടമ്പലം ലഹളയും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പെരിനാട് ലഹള എന്നുള്ളത്. പെരിനാട് ലഹള, കല്ലുമാല സമരം അല്ലെ, ഇതൊക്കെ 1915 അയ്യങ്കാളി തന്നെ നടത്തിയിട്ടുള്ളതാണ്. 1915 തന്നെയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മ ഇവിടെ പറഞ്ഞത് വില്ലുവണ്ടി യാത്ര, വില്ലുവണ്ടി സമരം എന്നാണ്? 1893. 1893 വില്ലുവണ്ടി സമരം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പുലയ ലഹള. ശ്രദ്ധിക്കുക, പുലയ ലഹളനെ കുറിച്ചിട്ടാണ്. പുലയ ലഹള തന്നെയാണ് ഊരൂട്ടമ്പലം ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുലയ ലഹള തന്നെയാണ് ഊരൂട്ടമ്പലം ലഹള എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. പിന്നെ അതുകൂടാതെ മറ്റൊരു പേരും കൂടി ഉണ്ട്, 90-ാം ആണ്ട് ലഹള എന്നും ഇതിനെ പറയും. 90-ാം ആണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല് കൊല്ലവർഷം 1090 1090 ഈ നമ്മുടെ ഈ ഊരൂട്ടമ്പലം ലഹള അഥവാ പുലയ ലഹള നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ പുലയ ലഹളയ്ക്ക് 3 പേരുണ്ട്. പുലയ ലഹള വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പുലയ ലഹളയാണ്. പുലയ ലഹളയ്ക്ക് 3 പേരുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ 3 പേരുണ്ട്. ഊരൂട്ടമ്പലം ലഹള എന്നും പറയും, 90-ാം ആണ്ട് ലഹള എന്നും പറയും. 90-ാം ആണ്ട് ലഹള എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് 1090 മലയാള വർഷം അല്ലെങ്കിൽ കൊല്ലവർഷം 1090 കൊല്ലവർഷം 1090 നടന്നത്. അതുകൊണ്ടാണ് അതിന് 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. ഈ പുലയ ലഹള എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു കർഷക സമരമാണത്. എന്ന് വെച്ചാല് ഞങ്ങളുടെ മക്കളെ പഠിക്കാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ കാണായ പാടത്തൊക്കെ ഞങ്ങൾ മുട്ടിപ്പുല്ല് കുരിപ്പിക്കും അല്ലെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമായിരുന്നു പുലയ ലഹള എന്ന് പറഞ്ഞത്. അതായത് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടന്ന ഒരു സമരമാണ് അല്ലെ. പഞ്ചമി എന്ന് പറഞ്ഞിട്ടുള്ള ദളിത് വിദ്യാർത്ഥിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ഈ ലഹളയ്ക്ക് കാരണമായത്. അപ്പൊ ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് പ്രവേശനം നിഷേധിച്ചു. ആർക്ക്? പഞ്ചമിക്ക്. അതുകൊണ്ടാണ് അതിനെ ഊരൂട്ടമ്പലം ലഹള എന്ന പേരിലും അറിയപ്പെടുന്നത്. പിന്നെ ഈ കുട്ടി എന്ന് പറയുന്നത് പുലയ സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടിക്ക് പഠിക്കാനുള്ള അവകാശം തന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കാണായ പാടത്തൊക്കെ ഞങ്ങൾ മുട്ടിപ്പല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പുലയര് സംഘടിപ്പിച്ച ലഹളയായതുകൊണ്ട് ഇതിനെ പുലയ ലഹള എന്ന് പറയും. അപ്പൊ 3 പേരാണ്: പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള, അതേപോലെ തന്നെ 90-ാം ആണ്ട് ലഹള. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടന്ന ലഹളയാണ് പുലയ ലഹള എന്ന് പറയുന്നത്. 1915 നടന്നത്. ഈ പുലയ ലഹള അതെ, പിന്നെ അടുത്തത് വരുന്ന പെരിനാട് ലഹള അതെ, അതും 1915 തന്നെയാണ്. ഈ ഊരൂട്ടമ്പലം ലഹള അഥവാ പുലയ ലഹള നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ പെരിനാട് ലഹള നടന്നത് കൊല്ലം ജില്ലയിലാണ്. അതായത് കൊല്ലം ഇത് കല്ലുമാല സമരം എന്ന് അറിയപ്പെടും. അതായത് പഠിക്കാൻ എളുപ്പമാണ്. അതായത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ, നല്ല കട്ടിയിലുള്ള കല്ലുകൊണ്ടുള്ള മാലകളൊക്കെ ധരിക്കണമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വെയിറ്റ് ആണ്. അപ്പോൾ ഈ സാധനം ധരിച്ചുകൊണ്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മുടെ ഉന്നത കുല
സ്ത്രീകൾ ധരിക്കുന്നത് പോലെയുള്ള സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ആഭരണങ്ങളൊന്നും ധരിക്കാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അവകാശമില്ല. അതിന് പകരം അവർ ഈ കല്ലുകൊണ്ടുള്ള നല്ല കനത്തിലുള്ള കല്ലുകൾ കൊണ്ടുള്ള ആഭരണങ്ങളാണ് ധരിച്ചിരുന്നത്. ഇത് അവരുടെ ജാതിയുടെ ഒരു സിമ്പലും കൂടിയാണ്. അപ്പം അയ്യങ്കാളി ഇവരോട് ഇത് ഉപേക്ഷിക്കാൻ, ഈ കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ സ്ത്രീകൾ ഈ കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞപ്പോൾ, അപ്പൊ കല്ല് കൊല്ലം അല്ലെ, കല്ലുമാല സമരം, കൊല്ലം അല്ലെ, പഠിക്കാൻ എളുപ്പമാണ്. കല്ലുമാല സമരം നടന്നത് കൊല്ലത്താണ്. അങ്ങനെ ഈ കല്ലുമാലകൾ വലിച്ചെറിഞ്ഞിട്ട് അതിങ്ങനെ കൂടിക്കിടന്നിട്ട് വലിയൊരു കുന്നായി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ വലിയ കുന്ന് എന്നുള്ളത് നമുക്ക് പെരിയ കുന്നെന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. പെരിയൊരു കുന്ന്, കല്ലുകൾ എറിഞ്ഞിട്ട് പെരിയൊരു കുന്നായി മാറി എന്ന് പഠിക്കാം. അപ്പൊ പെരിനാട് ലഹള എന്നും നമുക്ക് കിട്ടും. അപ്പൊ ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകില്ല. ഈ കല്ലുകൾ വലിച്ചെറിഞ്ഞിട്ട് പെരിയൊരു കുന്നായി മാറി. അപ്പൊ കല്ലുമാല സമരം കൊല്ലം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് വലിച്ചെറിഞ്ഞിട്ട് പെരിയൊരു കുന്നായി മാറിയില്ലേ. അപ്പൊ ഈ കല്ലുമാല സമരം തന്നെയാണ് പെരിനാട് ലഹള എന്ന പേരിലും അറിയപ്പെടുന്നത്. മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്, ഈ പെരിനാട് ലഹള നടന്ന സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ പെരിനാട് ഏത് ജില്ലയിലുള്ളതാണ്, ഏത് പ്രദേശം, ഈ പ്രദേശം ഏത് ജില്ലയിലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് പെരിനാട് ലഹള നടന്നത്. കൊല്ലം ജില്ലയിലാണ്. കല്ലുമാല സമരം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. ഇതേ വർഷം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പുലയലഹള നടന്ന അതേ വർഷം തന്നെ 1915 തന്നെയാണ് ഈ പെരിനാട് ലഹളയും നടന്നത്. അയ്യങ്കാളി തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയതും. വർഷം സെയിമാണ്, നേതൃത്വം നൽകിയ വ്യക്തിയും സെയിമാണ്, പക്ഷെ ജില്ലകൾ വ്യത്യാസമാണ്. നേരത്തെ ഊരുട്ടമ്പലം ലഹള അഥവാ പുലയ ലഹള അഥവാ 90-ാം ആണ്ട് ലഹള നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരം നടന്നത് കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കണം. അപ്പൊ അത് കഴിഞ്ഞില്ലേ. ഇനി അടുത്ത നമുക്ക് പ്രധാനപ്പെട്ടതാണ് മലബാർ കലാപം. 1921 മലബാർ കലാപം എന്ന് പറയുന്നത്. ഈ മലബാർ കലാപവും മാപ്പിള കലാപവും രണ്ടും സെയിം ആണെന്ന് വിചാരിക്കുന്നത്. അതായത് ഈ കലാപങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ജന്മിമാരും കർഷകരും തമ്മിലുള്ള പ്രശ്നമാണ്. അതായത് നമ്മുടെ ഇവിടെ ടിപ്പുവിന്റെ ആക്രമണം നടക്കുന്ന ഒരു സമയം അല്ലെ, ആ സമയത്ത് മലബാറിൽ ഉണ്ടായിരുന്ന സവർണ ജാതിയിൽപ്പെട്ടവർ ഒരുപാട് പേര് ഈ മലബാർ അവരുടെ സ്ഥലവും വീടൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മദ്രാസിലേക്കും അതുപോലെ തന്നെ തിരുവിതാംകൂറിലേക്കും കുടിയേറി. ആ സമയത്ത് തിരുവിതാംകൂറിലേക്ക് കുടിയേറിയപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവായിരുന്നത് കാർത്തിക തിരുനാളാണ്. അതുകൊണ്ട് കാർത്തിക തിരുനാള് ഈ കുടിയേറിയവർക്കെല്ലാം തന്നെ അഭയം കൊടുത്തു. മലബാറിൽ നിന്നും ഈ ടിപ്പുവിന്റെ ആക്രമണത്തെ ഭയപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിലേക്ക് കുടിയേറിയവർക്കെല്ലാം തന്നെ കാർത്തിക തിരുനാൾ അഭയം നൽകി. അതുകൊണ്ടാണ് കാർത്തിക തിരുനാളിനെ നമ്മൾ ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ടിപ്പു ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സവർണ ജാതിക്കാരെ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽപ്പെട്ടവരെ എല്ലാം തന്നെ ക്രൂരമായിട്ട് ഉപദ്രവിക്കും, അതേപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിനൊക്കെ വിധേയമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് മദ്രാസിലേക്കും തിരുവിതാംകൂറിലേക്കും കുടിയേറി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ബാക്കി ഉണ്ടായിരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് ഇത് വളരെ ഒരു ആശ്വാസമായിരുന്നു. കാരണം ഇവര് കാലങ്ങളായിട്ട് ഈ കർഷകരായിട്ടുള്ള മുസ്ലിം കർഷകർ കാലങ്ങളായിട്ട് ഈ സവർണ ജാതിക്കാരുടെ ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ സവർണർ കുറെ പേരൊക്കെ അവിടെ നിന്ന് നാട് വിട്ടുപോയപ്പോൾ ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ നമ്മുടെ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയില്ലേ. ഈ മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയപ്പോൾ അതുപോലെ തന്നെ ടിപ്പു മരണപ്പെട്ടു. 1799 ടിപ്പു മരണപ്പെട്ടതോടുകൂടി ഈ ഇവിടെ നിന്ന് നാട് വിട്ടുപോയ സവർണർ എല്ലാവരും തന്നെ തിരിച്ച് മലബാറിലേക്ക് തന്നെ വന്നു. തൻ്റെ നാടും വീടൊക്കെ ഉപേക്ഷിച്ചു പോയവര് തിരിച്ചെവിടേക്ക് വന്നു? മലബാറിലേക്ക് വന്നു. അങ്ങനെ മലബാറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും ഇവരുടെ ചൂഷണങ്ങൾ പഴയ പോലെ തന്നെ തുടർന്നു. അതിന് പുറമെ ഈ ബ്രിട്ടീഷുകാരും കൂടി ആരുടെ മേൽ? ഈ കർഷകരുടെ മേൽ നികുതി ഏർപ്പാടാക്കി. അപ്പോൾ ഓൾറെഡി ജന്മിമാരുടെ നികുതിയുണ്ട്, അതുകൂടാതെ ഈ ബ്രിട്ടീഷുകാരുടെ നികുതിയും കൂടി വന്നു, എക്സ്ട്രാ നികുതിയും കൂടി വന്നു. ഇത് ആർക്ക് സഹിക്കാൻ പറ്റാതായി? ഈ സാധാരണക്കാരായിട്ടുള്ള ഈ മുസ്ലിം കർഷകർക്ക്. അവിടെ ഉണ്ടായിരുന്ന കർഷകർ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഇവർക്കിത് താങ്ങാൻ കഴിയാതെ വന്നു. അപ്പോൾ കുറച്ചു നാൾ നല്ലൊരു ആശ്വാസത്തോട് ഇരിക്കുകയായിരുന്നു. അതിനുശേഷം എന്താണ്, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ നികുതിയും പ്ലസ് ഈ ജന്മിമാരുടെ നികുതിയും കൂടിയായപ്പോൾ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. തുടർച്ചയായിട്ട് മലബാറിൽ ഇങ്ങനെ കലാപങ്ങൾ നിരന്തരം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതാണ് ഈ മാപ്പിള കലാപങ്ങൾ. അതായത് മാപ്പിള സമുദായത്തിൽ പെട്ടവരാണ് ഈ കലാപങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് മാപ്പിള കലാപം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആദ്യം തന്നെ ബ്രിട്ടീഷുകാര് ഏർപ്പാടാക്കിയ കമ്മീഷനാണ് സ്ട്രേഞ്ച് കമ്മീഷൻ എന്ന് പറഞ്ഞത്. സ്ട്രേഞ്ച് കമ്മീഷൻ
ഈ സ്ട്രേഞ്ച് കമ്മീഷൻ ഇത് റിപ്പോർട്ട് കൊടുത്തത് ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയ വിദ്വേഷമാണ്, അല്ലെങ്കിൽ ഇതൊരു വർഗീയ കലാപമാണ്, ഒരു മതങ്ങൾ തമ്മിലുള്ള ഒരു കലാപമായിട്ടാണ് ഈ സ്ട്രേഞ്ച് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത്. എന്നാൽ പിന്നീട് ഇതിന് ശേഷം വില്യം ലോഗൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ വന്നു, അല്ലെ? വില്യം ലോഗൺ നമ്മുടെ മലബാർ മാനുവൽ രചിച്ചിട്ടുള്ളത്, മലബാറിലെ സസ്യങ്ങളെ കുറിച്ചൊക്കെ മലബാർ മാനുവൽ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത് വില്യം ലോഗൺ ആയിരുന്നു. വില്യം ലോഗൺ എന്ന് പറയുന്നത് മലബാറിലെ കളക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ ഈ മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പിന്നീട് സ്ട്രേഞ്ച് കമ്മീഷന് ശേഷമാണ് വില്യം ലോഗന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആണ് ഇത് കൃത്യമായിട്ട് ഇത് പഠിക്കുകയും ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമല്ല, ഇത് ജമ്മിമാരും കുടിയാന്മാരും തമ്മിലുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾക്ക് മെയിനായിട്ടുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളാണ്. ഈ അമിതമായിട്ടുള്ള നികുതി കർഷകർക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്നത് മൂലമാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾ നിരന്തരം ഉണ്ടാകുന്നത് എന്നുള്ള റിപ്പോർട്ട് നൽകിയത് വില്യം ലോഗൺ ആണ്. അതുകൊണ്ട് തന്നെ മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ലോഗൺ എന്നാണ് മിക്കപ്പോഴും PSC ആൻസർ തരാറുള്ളത്. വില്യം ലോഗൺ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം സ്ട്രേഞ്ച് കമ്മീഷൻ കൊടുക്കുക. സ്ട്രേഞ്ച് കമ്മീഷൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു കമ്മീഷന്റെ പേര് എന്തായാലും ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. വില്യം ലോഗൺ ഉണ്ടെങ്കിൽ വില്യം ലോഗൺ തന്നെ എഴുതണം, ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രേഞ്ച് കമ്മീഷൻ എഴുതാം. അതും ശരിയാണ്, കാരണം ആദ്യം വന്നത് സ്ട്രേഞ്ച് കമ്മീഷനാണ്. പക്ഷേ സ്ട്രേഞ്ച് കമ്മീഷൻ എന്താണ് റിപ്പോർട്ട് കൊടുത്തത്? ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്, ഒരു മതവിദ്വേഷമാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. വില്യം ലോഗൺ ആണ് ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല, ഇത് ജമ്മിമാരും കുടിയാന്മാരും തമ്മിലുള്ള പ്രശ്നമാണ്, ഇത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ മൂലമാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് അവരുടെ ഭൂമിയിൽ അവകാശം നൽകണം, അല്ലെ? ഭൂപരിഷ്കരണ നിയമമൊക്കെ അതിനൊക്കെ ഒരുപാട് ശേഷമാണ് വരുന്നത്. പക്ഷെ കർഷകർക്ക് അവരുടെ ഭൂമിയിൽ അവകാശം നൽകണം എന്നൊക്കെ ആദ്യം പറഞ്ഞത് വില്യം ലോഗൺ ആണ്. അപ്പൊ എന്നാണ് മലബാർ കലാപം നടന്നത്? മലബാർ കലാപം നടന്നത് 1921 1921 മലബാർ കലാപം നടക്കുന്നത്. അതായത് ഇവിടെ മലബാറിൽ പലതരത്തിലുള്ള ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള പല സ്ഥലങ്ങളിലായിട്ട് കുഞ്ഞു കുഞ്ഞു കലാപങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പേരിൽ പല സ്ഥലങ്ങളിൽ, ഓരോ സ്ഥലങ്ങളിലും കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൂക്കോട്ടൂർ കലാപം ഉണ്ടാവാണ്. പൂക്കോട്ടൂർ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, 1921 നമ്മുടെ ഗാന്ധിജി കേരളത്തിലേക്ക് വന്നത്. 1920 കേരളത്തിലേക്ക് ഗാന്ധിജി വന്നു. എന്തിനാണ് വന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് കേരളത്തിലേക്ക് വന്നത്, അല്ലെ? ഖിലാഫത്ത് പ്രസ്ഥാനം എന്താന്നൊക്കെ നമുക്ക് പിന്നീട് ഇന്ത്യൻ ഹിസ്റ്ററി പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം കേരളത്തിൽ വന്നു. അങ്ങനെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഒരുപാട് ഖിലാഫത്ത് കമ്മിറ്റികളും ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ ഇവർക്ക്, ഈ മാപ്പിള കുടിയാന്മാർക്ക് കൂടുതൽ ഊർജം നൽകി. ഇവർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കാനും ഈ ജമ്മി വ്യവസ്ഥക്കെതിരെ പ്രതികരിക്കാനെല്ലാം തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം അവിടുത്തെ കർഷകർക്ക് കൂടുതൽ ഊർജം നൽകി. അതുകൊണ്ട് തന്നെ ഈ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ കലാപമാണ്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ കലാപമാണ്. കാരണം ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ട്, പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നിട്ടാണ് പൂക്കോട്ടൂർ കലാപം വരുന്നത്. ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണവും ഈ ജമ്മി കുടിയാൻ പ്രശ്നം തന്നെയാണ്. ഈ വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ജമ്മിയുടെ വീട്ടില് പത്തായപ്പുര പണിത് കൊടുക്കും. പത്തായപ്പുര പണിത് കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ ഇത്ര നമ്മ പണിയുന്നതിന് മുമ്പ് ഇത്ര പൈസ നിശ്ചയിച്ചിട്ടുണ്ടാവും, അല്ലെ? ഇത്ര തുക നൽകാം എന്ന് പറഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് നല്ല രീതിയിൽ ഇയാൾ നല്ല രീതിയിൽ തന്നെ പത്തായപ്പുരൊക്കെ പണിത് കൊടുത്തു. പക്ഷേ ഈ ജമ്മി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണം മുഴുവനായിട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഉദ്ദേശിച്ച പോലെ നന്നായില്ല എന്ന് പറയുകയും ഇദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ പണം മുഴുവനായിട്ട് കൊടുത്തില്ല. ഇതേ തുടർന്ന് ആ പൂക്കോട്ടൂർ കോവിലകത്തെ ജമ്മിയും അല്ലെങ്കിൽ അവിടുത്തെ കാരണവരും അതേപോലെ തന്നെ അവിടുത്തെ കാര്യസ്ഥനായിട്ടുള്ള ഈ വടക്കേ വീട്ടിൽ മുഹമ്മദും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് ഇവർ തമ്മിൽ. അപ്പൊ ഇദ്ദേഹം ഈ കാര്യസ്ഥ പണി അവിടെ നിന്ന് ഉപേക്ഷിച്ചു. തുടർന്ന് ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു കാര്യസ്ഥനായിരുന്ന ഒരാള് അദ്ദേഹത്തിനെതിരെ തന്നെ ഈ ജമ്മിമാർക്കെതിരെ തന്നെയുള്ള പ്രവർത്തനങ്ങളിൽ, ഖിലാഫത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നത് അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെ?
തുടർന്ന് ഈ കോവിലകത്ത് നിന്നും തോക്ക് മോഷണം പോയി എന്നൊരു കേസ്, അത് മോഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ കാര്യസ്ഥനായിരുന്ന ഈ വടക്കേ വീട്ടിൽ മുഹമ്മദ് ആണ് എന്ന പേരിൽ ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ്. തുടർന്നാണ് ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ നിന്നാണ് കലാപങ്ങളൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷ് സൈന്യം പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ കലാപകാരികൾ പതുങ്ങിയിരിക്കുകയാണ്. ഗൊറില്ല യുദ്ധമുറകളാണ് അവർ പിന്തുടർന്നിരുന്നത്. പതുങ്ങിയിരുന്ന് ഇവരെ ബ്രിട്ടീഷുകാർക്ക് നേരെ വെടിവെക്കുകയും ആക്രമണം തുടരുകയും ചെയ്യാണ്. ഒരു 5 മണിക്കൂർ നീണ്ട ഒരു ആക്രമണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിൻവാങ്ങാണ് ചെയ്യുന്നത്. കാരണം അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി ഈ സാധാരണക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ഈ മാപ്പിളമാരുടെ ഈ ആക്രമണത്തെ ചേർത്ത് നിൽക്കാൻ ഈ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. അവരവിടെ നിന്നും പിൻവാങ്ങാണ് ചെയ്തത്. തുടർന്ന് ഒരു 6 മാസക്കാലം ഈ ഖിലാഫത്ത് കമ്മിറ്റിയാണ് അവിടുത്തെ ഭരണം നടത്തിയിരുന്നത്. ഇതേ തുടർന്നാണ് അവിടുത്തെ ഈ താൽക്കാലികമായിട്ടുള്ള ഈ വിജയത്തിന് ശേഷം അവരുടെ ഭരണാധികാരിയായിട്ട് അലി മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെയാണ് നിയമിക്കുന്നത്. അലി മുസ്ലിയാർ നമ്മൾ ഈ 1857 ശേഷമുള്ള ഒരു ബ്രിട്ടീഷുകാർക്ക് നേരെയുള്ള വലിയൊരു പോരാട്ടമായിട്ടാണ് നമ്മുടെ ഈ മലബാർ കലാപത്തെ ഈ ചരിത്രകാരന്മാർ കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ 1857 വിപ്ലവത്തിന് ശേഷം നമുക്കറിയാലോ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരിയായിട്ട് ബഹദൂർ ഷാ സഫറിനെയാണ് നിയമിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ പൂക്കോട്ടൂർ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ മലബാർ കലാപത്തിന് ശേഷം അവിടുത്തെ താൽക്കാലിക വിജയത്തിന് ശേഷം അലി മുസ്ലിയാർ എന്ന് പറഞ്ഞ വ്യക്തിനെയാണ് അവിടെ ഭരണാധികാരിയായിട്ട് നിയമിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളാണ് സീതിക്കോയ തങ്ങള്, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. സീതിക്കോയ തങ്ങള്, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഈ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് ഈ 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചത്. സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ നന്നായിട്ട് വാരാറില്ലേ, അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. സ്വയം വിശേഷിപ്പിച്ച ആളാണ്, അതുകൊണ്ട് തന്നെ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് ഇത്തരത്തിൽ സ്വയം വിശേഷിപ്പിച്ചത്. സീതിക്കോയ തങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടിയാണ് പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി ആരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നിട്ടാണ് നമ്മുടെ പൂക്കോട്ടൂർ കലാപം ഉണ്ടായത്? അത് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നിട്ടാണ് കലാപം ഉണ്ടായത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കുമാരൻ ആശാൻ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ഏതാണത്? ദുരവസ്ഥ എന്നുള്ള കൃതിയാണ് മലബാർ കലാപത്തെ പശ്ചാത്തലമായിക്കൊണ്ട്. മലബാർ കലാപം എന്ന് പറയുന്നത് ഒരു കർഷകരുടെ ദുരവസ്ഥയാണ് അല്ലെ കാണിക്കുന്നത്. അപ്പൊ ദുരവസ്ഥ അത് മാത്രമല്ല, മലബാർ കലാപത്തെ തുടർന്നിട്ടാണ് വാഗൺ ട്രാജഡി ഒക്കെ ഉണ്ടാകുന്നത് അല്ലെ. വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയൊരു ദുരവസ്ഥയായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. മലബാർ കലാപത്തെ തുടർന്നാണ് വാഗൺ ട്രാജഡി ഉണ്ടാകുന്നത്. അപ്പൊ വലിയൊരു ദുരന്തമായിരുന്നു, ദുരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുരവസ്ഥ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ എന്നുള്ളത്. അതേപോലെ തന്നെ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഉറൂബ് എഴുതിയ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബ് എഴുതിയത് സുന്ദരികളും സുന്ദരന്മാരുമാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഉറൂബ് എഴുതിയ നോവലാണ് സുന്ദരന്മാരും സുന്ദരികളും എന്നുള്ളത്. ഇനി മലബാർ കലാപം എന്നുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്നുള്ള പുസ്തകം എഴുതിയത്. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നമ്മുടെ ഈ മലയാള സിനിമ വന്നിട്ടുണ്ടല്ലേ. ഏതാണ്? IV ശശിയുടെ 1921. IV ശശി സംവിധാനം ചെയ്തിട്ടുള്ള 1921 എന്നുള്ളതും മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് വന്ന സിനിമയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മലബാറിലെ സസ്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു ഗ്രന്ഥമാണ് മലബാർ മാനുവൽ എന്നുള്ളത്. അത് രചിച്ചത് വില്യം ലോഗൺ ആണ്. ഇനി മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ലോഗൺ ഉണ്ടെങ്കിൽ വില്യം ലോഗൺ തന്നെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ TL സ്ട്രേഞ്ച് കമ്മീഷൻ എഴുതാം. സ്ട്രേഞ്ച് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തത് സ്ട്രേഞ്ച് കമ്മീഷനാണ്. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്, അതായത് പ്രസിഡന്റും സെക്രട്ടറിയും നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകൂലേ. അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ കട്ടിലിന്മേലൊക്കെ ഇരിക്കുമ്പോഴാണ് ഇതിങ്ങനെ പ്രസ് ആവുക ഇല്ലേ. നമുക്ക് കട്ടിലിന്റെ മുകളിൽ ഒരു ബെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ പ്രസ് ആവൂലേ. അപ്പൊ പ്രസ് ആവുന്നത് അല്ലെ കട്ടിലശ്ശേരിയാണ് പ്രസിഡന്റ്. പ്രസ് ആവുന്നത് കട്ടിലിന്മേൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ പ്രസിഡന്റ് കട്ടിലശ്ശേരി, അതങ്ങനെ ഓർത്താൽ മതി. പ്രസ് ആവുന്നത് കട്ടിലിന്മേൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. എന്നാൽ കേരളത്തിലും ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി കേരളത്തിലെയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പൂക്കോട്ടൂരിലല്ല പറയുന്നത്, കേരളത്തിലെ ഖിലാഫത്ത്
ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. അബ്ദുൾ റഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്നുള്ള പത്രമൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ കോഡ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അബ്ദുൾ റഹ്മാൻ മാൻ, അവിടെ റഹ്മാൻ എന്ന് പറയുമ്പോൾ ഒരു മാൻ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എഴുതിയ പത്രം എന്താണ്? അൽ അമീൻ. അൽ അമീൻ എന്ന് പറയുമ്പോൾ മീൻ വരുന്നില്ലേ, അപ്പൊ മാനും മീനും അങ്ങനെ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബ്ദുൾ റഹ്മാൻ ആണ് അൽ അമീൻ. അൽ അമീൻ മീൻ വരുന്നുണ്ട് അല്ലെ, അപ്പൊ അബ്ദുൾ റഹ്മാന്റെ ആണ് അൽ അമീൻ എന്നുള്ളത്. അപ്പൊ ഈ അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി മലബാറിലെ മാപ്പിള കലാപത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൺ ആണെന്ന് പറഞ്ഞു. അതുപോലെ 1921 മലബാർ കലാപത്തില് ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ എന്നുള്ളത്. കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തില് ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയുടെ പേര് കമ്മത്ത് ചിന്നമ്മ എന്നാണ്. പിന്നെ ഈ മലബാർ കലാപത്തെ തുടർന്നിട്ടാണ് വാഗൺ ട്രാജഡി അല്ലെ, അതേ വർഷം തന്നെ 1921 തന്നെയാണ് നവംബർ 10-നാണ് വാഗൺ ട്രാജഡി നടക്കുന്നത്. എന്താണെന്ന് അറിയാലോ, മലബാർ കലാപത്തിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു അല്ലെ, കലാപകാരികളായിട്ടുള്ള ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ കേരളത്തിലെ ജയിലൊന്നും പോരാ, ഇടാൻ സ്ഥലമില്ല. അപ്പൊ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകണം. കോയമ്പത്തൂര് ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകാണ്. അപ്പൊ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഗുഡ്സ് വാഗണിലാണ്. ഗുഡ്സ് വാഗണിന്റെ പ്രത്യേകത സാധാരണ ട്രെയിൻ അല്ല, ഗുഡ്സ് നമ്മുടെ ചരക്കുകൾ കൊണ്ടുപോകുന്ന തീവണ്ടിയാണ്. അതിന്റെ പ്രത്യേകത അറിയാലോ, പ്രത്യേകിച്ച് എന്തൊന്നും ഉണ്ടാവില്ല, ജനലുകളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു 90ഓളം പേരെ കൊണ്ടുപോയതിൽ 67 പേര് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു. ബാക്കിയുള്ളവര് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അല്ലെ. അങ്ങനെ ഇവര് പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ്, കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ ട്രെയിൻ തുറന്നു നോക്കുന്നത്, ഗുഡ്സ് വാഗൺ തുറന്നു നോക്കുന്നത്. അപ്പോഴാണ് 67ഓളം പേര് മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത്ത് സർക്കാരാണ്. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത്ത് സർക്കാരാണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് നേതൃത്വം നൽകിയത്, ഇവരെ ഈ ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ചിട്ട് കൊണ്ടുപോകാൻ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ബ്രിട്ടീഷുകാരന്റെ പേര് TS ഹിച്ച്കോക്ക് എന്നാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ബ്രിട്ടീഷുകാരന്റെ പേര്. ഇനി ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷന്റെ പേര് AR നേപ്പ് കമ്മീഷൻ. നമ്മളെ തേച്ച് പോയാണെന്നല്ലേ, നേപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് ഈ വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷന്റെ പേര്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. 1921 നവംബർ 10-നാണ് ഈ വാഗൺ ട്രാജഡി നടന്നത്. കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് വഴി പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ച് തുറന്നു നോക്കിയപ്പോഴാണ് 90 പേരിൽ 67 പേരും മരണപ്പെട്ടതായിട്ട് കണ്ടെത്തിയത്. അതുകൊണ്ട് ഇതിനെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത്ത് സർക്കാർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷന്റെ പേര് നേപ്പ് കമ്മീഷൻ എന്നും, ഇതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ, ഈ കുറ്റകൃത്യത്തിന് അല്ലെ, ഈ ക്രിമിനൽ നടപടിക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ബ്രിട്ടീഷുകാരന്റെ പേര് TS ഹിച്ച്കോക്ക് എന്നുമാണ്. ഇനി അടുത്തത് നമ്മുടെ വൈക്കം സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണെന്ന് അറിയാലോ, 1924 അല്ലെ ആദ്യം വന്നത്. നമ്മുടെ ഗാന്ധിജി ആദ്യം കേരളത്തിലേക്ക് വന്നത് 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണെന്ന് പറഞ്ഞു അല്ലെ. രണ്ടാമതായിട്ട് വന്നത് 1925 1925 വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാമതായിട്ട് ഗാന്ധിജി വരുന്നത് അല്ലെ. ടോട്ടൽ 5 തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുള്ളത്. 1920, 25, 27, 34, 37, 20, 25, 27, 34, 37, 27, 34, 37 അങ്ങനെ ടോട്ടൽ 5 തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ തവണ വന്നത് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വൈക്കം സത്യാഗ്രഹം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി വരുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് ഓടിച്ചൊന്ന് പഠിച്ചു പോകാനേ ഉള്ളൂ. അതുപോലെ പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മൊറാഴ സമരം, കരിവെള്ളൂർ സമരം ഒക്കെ നമുക്കൊന്ന് ഓടിച്ചു നോക്കി പോകാനേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കാരണം ഇപ്പോൾ തന്നെ 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് ക്ലാസ്. ഞാൻ കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ തൊണ്ടയ്ക്കും കുറച്ച് ഡാമേജ് ആണ്, തൊണ്ട പൊട്ടുക, അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കും വരാറുണ്ട്. പിന്നെ നിങ്ങൾക്കും ഇപ്പോൾ തന്നെ ബോറടിച്ചിട്ടുണ്ടാവും. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് കേരള ഹിസ്റ്ററി പൂർണ്ണമായിട്ടും തീർക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത ക്ലാസ് എടുക്കാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. നിങ്ങൾ
ക്ലാസ് എന്താണെങ്കിലും അത് അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങളൊന്നും തന്നെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഒരു കമൻറ്റും കാണാതാവുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു നിരാശയാണ്. എന്താണാവോ കുട്ടികൾക്ക് മനസ്സിലാവണില്ലേ, ഇവരിത് മുഴുവൻ കാണുന്നില്ലേ എന്നൊക്കെ ഒരു സംശയമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിൽ ക്ലിയർ ആവുന്നില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി കോഡുകൾ ഉൾപ്പെടുത്തണം, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ കേരള ഹിസ്റ്ററി പൂർണ്ണമായിട്ടും തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.